സാർ അവതരിപ്പിച്ച അല്ലെങ്കിൽ സാർ എഴുതിയ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിവർന്നിരിക്കുന്നുണ്ട്. ഇവിടെ ജനാർദ്ദനായിട്ട് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സിലെ ആ ചിരി, അത് എന്താ പറയാ, ചിരിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനും മറക്കില്ലാത്ത ചിരിയാണ്. അല്ല ഇപ്പോഴും മനസ്സിലുണ്ട്. കലാഭവൻ സന്തോഷമായിട്ട് വന്നിട്ടേ, ഇത് ഞങ്ങളുടെ പണിസ്ഥാനങ്ങളാണ് രാജാവ് എന്ന് പറയുമ്പോ, രാജാവോ ആരാടാ രാജാവ്? ഏതാടാ ഈ കാട്ടുപ്രാണ്? ജനാർദ്ദനേട്ടാ ഒന്ന് ഓർമ്മ പങ്കുവെക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഓർമ്മകൾ സിദ്ദീഖ് സാറിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാവോ? ഫ്രണ്ട്സ് മാത്രമല്ല, അതിനു മുൻപ് നമ്മുടെ ഗോഡ് ഫാദർ ആണ് നമ്മൾ ആദ്യം വരുന്നത്. ഫ്രണ്ട്സിനെ പറ്റി പറയാതെ ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആ ഫ്രണ്ട്സ് ആയതിന്റെ ഗുണം ആ അഭിനയത്തിലേക്ക് അറിയാൻ സാധിക്കും. ഒരു ഡയറക്ടറുടെ ഒരു പൊസിഷനോ അല്ലെങ്കിൽ ഡയറക്ടറുടെ രീതിയോ ഒന്നും വെക്കാതെ ഒരു സഹോദരനെ പോലെ പറ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. ഇപ്പം ഞാൻ എഴുതിയിട്ടുള്ള എന്നോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ കോമഡി എവിടെ നിന്നാണ് വരണത് എന്നാണ് ഞാൻ പറഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് വിൽ ഗോ ടു സിദ്ദീഖ്. അടിപൊളി. കാരണം ഇത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വിശേഷം വെച്ചാൽ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഫ്രണ്ട്സിനെ പോലെ അല്ലായിരുന്നത്. അത്ര മനോഹരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഈ ചിരിയൊക്കെ അതുകൊണ്ടാണ് വരണത്. ഇല്ലെങ്കിൽ കോപിഷ്ഠനായ ഒരാൾ ചിരിക്കടാ എന്ന് പറഞ്ഞാൽ ചിരിക്കോ. ഇത് മറ്റൊരു രഹസ്യം പറഞ്ഞു തരാം. അതിനകത്തെ ഡയലോഗ് ഈ പുള്ളിക്കാരെ പറഞ്ഞിട്ടാണ് എഴുതുന്നത്. എന്റെ ശബ്ദത്തിൽ പറഞ്ഞു ചോദിച്ചു. അതായത് നമ്മൾ മിമിക്രിക്കാരാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ അവരുടെ സ്റ്റൈലിലാണ് എഴുതുക. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സിദ്ദിഖ് വരും, ഗോഡ് ഫാദറിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ ഒരു സിദ്ദിഖിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉള്ള ആ സീനിൽ വായിച്ചിട്ട് ആ സീൻ വായിച്ചിട്ട് അപ്പൊ ഞാൻ സിദ്ദിഖ് വായിക്കണം അവിടെ ഇരുന്ന്. അപ്പൊ വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് തമാശയല്ല, ഈ ഒരു ഡയലോഗ് ജനേട്ടനും മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഏത് ഡയലോഗ്? കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആനയൊട്ടി കൊല്ലൂന്ന് അറിയില്ല. അത് ജനേട്ടനുണ്ട് ആ ക്യാരക്ടറിനകത്ത്. അല്ല, ഈ മാനാർമത്തായി സ്പീക്ക് എന്ന് പറയുന്ന സിനിമയില് ഇപ്പൊ എല്ലാ മിമിക്രിക്കാരും എടുത്ത് പറയുന്ന ഡയലോഗ് അത് തന്നെയാണ്. എടാ നീ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പൻ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും ഈ പറയുന്ന പോലെ ഓൾറെഡി എഴുതി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അതായത് ഈ ഗർവാസി സാശാൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ള ഒരാളാണ്. അപ്പോ അയാളുടെ ചെവിട്ടിന്റെ രോമമൊക്കെ ഉണ്ട് ആ പടത്തിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രോമം ഇപ്പൊ ഇല്ല പടത്തില്. ആശാന് ശരിക്കും രോമമുണ്ട്. ഗർവാസി സാശാൻ അങ്ങനെയാണ് ജനേട്ടനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ സീക്വൻസ് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ച ആൾ ജനേട്ടനാണ്. അപ്പൊ തന്നെ നമുക്കറിയാം അതിന്റെ ഒരു പെർഫോമൻസ് അതിന്റെ മേളിൽ വരും. കാരണം ജനേട്ടനെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. ജനേട്ടന്റെ വായിന്ന് അതൊന്ന് കേൾക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. ഏതാ ആ ഡയലോഗ്? എടാ ഈ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പൻ. ഇവര് ഈ സിദ്ദിഖ് വീട്ടിൽ ക്യാമറയുടെ പുറകിൽ നിന്നിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ അങ്ങനെ വന്നതേ ഉള്ളൂ. അത് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. അതായത് പുള്ളിക്ക് തന്നെ പറഞ്ഞ് കൺഫ്യൂഷനായി. അപ്പോ ഒരു പൊന്നപ്പൻ ഇടയ്ക്ക് കയറി, ഒരു തങ്കപ്പൻ കയറി വന്നു. അപ്പോ പൊന്നപ്പൻ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പൊ പൊന്നപ്പനാണോ തങ്കപ്പനാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇയാളെ തങ്കപ്പൻ എന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചു. ഞാൻ പൊന്നപ്പനല്ല, ഞാൻ തങ്കപ്പനല്ല പൊന്നപ്പൻ ഇടയ്ക്കിടയ്ക്കുള്ള. അപ്പൊ പുള്ളിയുടെ ഡൗട്ട്, ഈ തങ്കപ്പൻ എവിടെ പോയി? അങ്ങനെ ഒരാളില്ല. ആ പുള്ളിയുടെ വായിന്ന് അങ്ങനെ വരുന്നതാണ്. അപ്പൊ അതുവരെ നമ്മളെ എഴുതി വെച്ചിരിക്കുകയാണ്. കാരണം പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്താണ് തങ്കപ്പൻ എന്ന് പേരിട്ടൂരെ. പിന്നെ തങ്കപ്പൻ ഇടക്ക് വിളിക്കുമ്പോഴൊക്കെ അയാള് തിരുത്തുന്നുണ്ട്, ഞാൻ പൊന്നപ്പനാണ് തങ്കപ്പനല്ല. നീ പൊന്നല്ലടാ, നീ തങ്കം. കാരണം മറ്റേ കുപ്പിയല്ലേ ഉള്ളത്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അതിൽ ഇന്ദ്രൻസും ഭയങ്കര രസമായിരുന്നു അതിനകത്ത്. ഇന്ദ്രൻ ചേട്ടനൊക്കെ അവിടെ നിന്ന് വളർന്നിട്ട് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് അന്നൊക്കെ തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ ഒക്കെ ഒരു എന്താ പറയുക, ഇത് ഇത്രയും സാധ്യതയുള്ളൊരു നടനാണെന്ന്? തീർച്ചയായിട്ടും. കാരണം ഇന്ദ്രൻസ് കോസ്റ്റ്യൂമറായിരുന്നു ആക്ച്വലി. അതെ. അപ്പോ ഇന്ദ്രൻസ് വിദഗ്ധനായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ റോളുകളിൽ എനിക്ക് തോന്നുന്ന രാജസേനന്റെ സിനിമകളിലൂടെയാണ് ഇന്ദ്രൻസ് കയറി വരുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേകത, ഇയാൾക്ക് ഇയാളുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇയാളുടെ രൂപവും ഇയാളുടെ ഒരു റെൻഡറിങ്ങും ഒക്കെ പിന്നെ വളരെ നാച്ചുറലാണ്. ഇയാൾ അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല. അപ്പോൾ അന്നേ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ആക്ടറാണെന്ന്. വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഹ്യൂമർ ചെയ്യുന്നവർക്ക് അങ്ങനൊരു
ഗുണമുണ്ടല്ലോ, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ജനേട്ടൻ ആദ്യകാലങ്ങളിൽ വില്ലനായിരുന്നു അല്ലേ? ആ വില്ലനായിട്ടല്ലേ തുടങ്ങിയത്. വില്ലനായിട്ടാ തുടങ്ങിയത്. ആ ജനേട്ടനെ കണ്ടാൽ ബലാത്സംഗം അടിയും വേറെ പരിപാടിയില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ബലാത്സംഗം ചെയ്യും. അവരുടെ സഹോദരനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ ആരെങ്കിലും കയറി അടിയോടി ആദ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് പെട്ടെന്ന് മാറി വന്നതാണ്. അത് തന്നെയല്ല, ജനേട്ടന്റെ ജീവിതത്തിൽ ഹ്യൂമർ ഉണ്ട്. ജനേട്ടനെ പോലെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന അപൂർവം പേരേ ഉള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ, രാജു, നമ്മുടെ ജനേട്ടനൊക്കെ ആ സന്ദർഭത്തിന് അനുസരിച്ച് തമാശ പറയുന്ന ആളാണ്. അത് ജീവിതത്തിലുണ്ട്, ബ്ലഡിലുള്ള ആളാണ്. CBI കുറിപ്പിനകത്തൊക്കെ CBI-ക്കകത്തും ഔസേപ്പച്ചൻ പറഞ്ഞ ക്യാരക്ടറിന്റെ ഡിക്ഷൻ മുഴുവൻ കോമഡിയാണ്. അതെ അതെ, ആള് വില്ലനാണെങ്കിലും സംസാരം മുഴുവൻ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയോ എനിക്ക് തോന്നുന്നു CBI-യിലാണ് ചേട്ടന്റെ ആദ്യത്തെ ഹ്യൂമർ. അത് കഴിഞ്ഞാൽ അവിടെ മറ്റത് വന്നു, മേലെ പറമ്പിൽ ആൾവീട്. മേലെ പറമ്പിൽ വന്നു. അപ്പൊ അതൊക്കെ പക്ഷെ അതിനു മുൻപ് മേലെ പറമ്പിലിന് മുമ്പ് ഗോഡ് ഫാദർ വന്നു. അത് വീട് കിട്ടച്ച ചില അവസരങ്ങൾ തടയുള്ളൂ, അത് പറയാൻ ഒക്കില്ല. അത് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ ഒക്കില്ല. അതേപോലെ കൊച്ചുപ്രേമൻ ചേട്ടൻ പറഞ്ഞ പോലെ അഭിനയിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രാജു ഞങ്ങളും ഒരുമിച്ച് എൻ്റെ ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്ന, എൻ്റെ ആദ്യത്തെ പടമല്ല, ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ആകുന്ന പടത്തിൽ അന്നുള്ള പരിചയമാണ്. നമ്മുടെ കാണുന്നുണ്ട്, ഞങ്ങൾ അസിസ്റ്റൻസ് ആണ് അതിനകത്ത്. അന്ന് പുതിയ പൂന്തൻ എല്ലാ പടത്തിലും ഉണ്ട്. നല്ല ഫ്രണ്ട്സുമാണ്. പക്ഷെ ഇന്ന് വരെ അഭിനയിച്ചു. രാജേട്ടാ അവസരം ചോദിക്കാത്തതുകൊണ്ടാണ് അഭിനയിപ്പിക്കാതെ. എന്നെ കാണാൻ ഓടിക്കളെ അവസരം ചോദിക്കുന്നത്. നമ്മൾ എന്നും കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഒരേ വേദിയിൽ ഒരുമിക്കുന്ന സംസ്ഥാന സമ്മേളനം. ഇത് മൈജി പ്രസൻസ് ലക്ഷ്യ ടെലിവിഷൻ താരങ്ങളുടെ സംസ്ഥാന സമ്മേളനം. ഈ സമ്മേളനത്തിൽ ആരെയൊക്കെ വിട്ടുപോയാലും ഒരാളെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ്, നാട്ടുകാരനാണ്, നമ്മുടെ പ്രിയപ്പെട്ട അൻസിൽ. ഹലോ. സ്വന്തം നാട്ടുകാരനെ കുറിച്ച് പറഞ്ഞപ്പോഴല്ലോ ഇതേവരെ ഇല്ലാത്തൊരു എനർജി പ്രചോദനത്തിന് പെട്ടെന്ന് പെരുവേരിലെന്ന് കയറിയിട്ട് നെറുകന്തലയിലെത്തി ഇങ്ങോട്ട് പൊട്ടി തെറിച്ചല്ലോ. അതെ അതെ അതെ. അതെന്താ? അല്ല, നാട്ടുകാരനെ നമ്മളവിടെ മിമിക്രി ഒക്കെ തുടങ്ങിയ സമയ കാലഘട്ടം തൊട്ടേ ഇദ്ദേഹത്തെ കാണുന്ന ഒരാളാണ്. ശരിക്കും ഞങ്ങളുടെ എന്റെ ആദ്യകാലം മുതൽ നമ്മൾ മിമിക്രി കളിച്ച് തുടങ്ങുന്ന കാലം മുതലേ പ്രചോദം ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. യെസ്, അൻസൽ എന്ന് പറയുന്നത് സീരിയലിൽ മാത്രമല്ല നമ്മുടെ ഏത് ഇവന്റ് വന്നു കഴിഞ്ഞാലും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട മുഖങ്ങളിൽ ഒന്നാണ്. അപ്പോ എന്താണ് അൻസൽ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളന വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമേ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും സ്റ്റേജ് തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ലൈഫിന്റെ തുടക്കം തന്നെ സ്റ്റേജ് തന്നെയാണ്. കുഞ്ചാക്കോപ്പനെ പോലെ ഇരിക്കുന്ന ചേട്ടൻ. നമ്മളെ സ്റ്റേജിൽ മിമിക്രി ഒക്കെ കളിച്ച് ഐറ്റത്തിനൊക്കെ ദാരിദ്ര്യമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു അൻസിലിന്റെ വരവ്. അപ്പൊ ചാക്കോച്ചന്റെ ഡ്യൂപ്പാണ് ഈ ലാസ്റ്റ് ഐറ്റം ആണ് അൻസിലിനെ കൊണ്ട് ഇറങ്ങുന്നത്. അത് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ പരിപാടിയൊക്കെ 100 അത് നാദർഷകയുടെ ട്രൂപ്പ് കളിക്കുമ്പോ എന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കത്തില്ല, മറ്റേ ട്രാവലറിൽ നിന്ന് പുറത്തിറക്കത്തില്ല. അപ്പൊ എല്ലാവരുടെ ഐറ്റം എല്ലാം കഴിയുമ്പോ എന്നെ ഒളിപ്പിച്ച് വെക്കുക ചെയ്യാറ്. എന്നിട്ട് ലാസ്റ്റ് ആവുമ്പോ ഈ ചിത്രയുധം പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അതിനകത്ത് ജയറാമിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചാക്കോച്ചന്റെ ചെറിയ ഇത് കാണിക്കും. ഇമിറ്റേഷൻ അല്ലത്, ചുമ്മാ വന്നാ മതി എന്ന് പറയും. അന്ന് ജീവിക്കാൻ വേണ്ടി എനിക്ക് അറിയത്തില്ല. അത് ഇപ്പൊ ജീവിക്കണ്ടേ? അല്ല, അതല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ അതൊക്കെ അല്ല, കുഴപ്പമില്ല. ഇത് നമ്മളിങ്ങണ്ടല്ലോ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒരുപാട് വേദികൾ, അതായത് ഇവിടെ ഒരുപാട് പേര് വന്നു. ഇപ്പൊ നാദിഷക്ക വന്നിട്ട്, നാദിഷക്ക കുറെ കാലമായിരുന്നു മൃദംഗത്തിന്റെ ശബ്ദം എടുത്തിട്ടും 20 വർഷങ്ങൾക്ക് ശേഷം നാദിഷക്ക നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇതിന് മൃദംഗം വായിക്കുന്ന പോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ എന്ന് പറയുന്ന പോലെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനും തീർച്ചയായിട്ടും ചെയ്യുന്ന സന്തോഷം തന്നെയാണ്. അടിപൊളിയായിരിക്കും. അന്ന് പക്ഷെ ഒന്നും അറിയത്തില്ല, അതുപോലെ തന്നെ ഇപ്പൊ ചെയ്യാം. അല്ല, ഇന്നെന്താണ് കണ്ണാടി വല്ലതും വേണം? കണ്ണാടി എക്സ്ട്രാ ഫിറ്റിംഗ്സ്. അയ്യോ വേണ്ടായേ. എന്ന് വെച്ചാല് അന്ന് ഈ പാട്ടിട്ടിട്ട് റെഡ് ഷർട്ടും ബ്ലാക്ക് ജീൻസും എന്റെ യൂണിഫോമാണ് എവിടെ പരിപാടി ഉണ്ടെങ്കിലും. ഇട്ട് തിരിഞ്ഞ് നീ വന്നാ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാന്ന് പറയും. അപ്പൊ അവര് ചെയ്യുന്ന കൈയടിക്കും. തന്നെ പരിപാടിയായിരുന്നു. ഓക്കെ, അടിപൊളി. എനിക്ക് ശരിക്കും പറഞ്ഞാല് അതാണെന്ന് എനിക്ക് മനസ്സിലായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അനിത് പ്രാവ് റിലീസായി ഭയങ്കരമായിട്ട് ത്രില്ലടിച്ച് ഞാൻ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ എന്നിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എനിക്ക് അത്ര അത് തോന്നിയില്ല. ആലപ്പുഴ ബീച്ചിൽ വെച്ചിട്ട് ഞാൻ ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ വേണ്ടി പോയി. ബീച്ചിൽ ഇറങ്ങി, നല്ല തിരക്കാണ്.
അവിടെ ചെന്നപ്പോഴേക്കും കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പെമ്പിള്ളേരും ഒക്കെ ഇങ്ങനെ വന്നിട്ട് കിള്ളി പറിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചേട്ടാ 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 എന്ന് പറഞ്ഞു വന്നു. എനിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ചേട്ടാ ഏതാ ചേട്ടാ പുതിയ പടം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ സത്യമായിട്ടും അല്ല അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് പോയിട്ട് ഭയങ്കര തിരക്കായി. അയാളുടെ മുന്നിൽ എങ്ങനെ ആൾക്കാർ കൂടും അതുപോലെ കൂടി 2 പോലീസുകാരെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവരെല്ലാം ഓടിച്ചു വിട്ടിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു വേഗം രക്ഷപ്പെടുമ്പോൾ റോഡ് സൈഡിൽ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു. ആ ഓട്ടോയിൽ കൈ കാണിച്ചിട്ട് ഓട്ടോയിൽ കയറ്റി എന്നോട് വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേഗം വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഓട്ടോ ഡ്രൈവർ തിരിഞ്ഞു നിൽക്കുക, എന്താ സാറേ എന്ന് കാർ എടുത്തില്ലേ? നമുക്ക് ഈ മീശയും വെച്ചിട്ട് നടന്നാ പോരാ, ഇനിയിപ്പോ പതിയെ മീശ വടിച്ചിട്ട് കിടക്കണം എന്നൊക്കെ തോന്നിയോ? അല്ല സത്യത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബന് വരെ ഒരു സമയം കഴിഞ്ഞപ്പോ മീശ ഒരു ഭാരമായിട്ട് ലാൽ ജോസ് സാറ് അടുത്ത സിനിമയിൽ വിളിച്ച സമയത്ത്, അതായത് എൽസമ്മ എന്ന ആൺകുട്ടിയിൽ വിളിച്ച സമയത്ത് മീശ ട്രിം ചെയ്തിട്ടാണ് വരാൻ പറഞ്ഞത്. ഇത് സത്യത്തിൽ ഏത് തരത്തിലാ സിദ്ദീഖ് സാറിന് തോന്നിയിട്ടുള്ളേ? മീശയില് മാത്രമല്ല, മൊത്തം ബോഡി ലാംഗ്വേജ്, വോയിസ് ഒക്കെ ഭയങ്കര സാമ്യമുണ്ട് ചാക്കോച്ചനുമായിട്ട്. നീ വൃത്തികേടായി പോയി. അത് ശരിയാണ്. അത് രാജചേട്ടൻ്റെ കൂടെ അന്ന് സീരിയൽ ചെയ്യുമ്പോഴേക്കും പറയാറുണ്ടായിരുന്നു, ചാക്കോച്ചന് പടമില്ല പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ സീരിയൽ ഉണ്ടെന്ന് രാജചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. രാജേട്ടാ, എൻ്റെ അടുത്ത് പലരും പറയും കുഞ്ചാക്ക ബോബന്റെ ഛായ എന്ന് പറയുമ്പോൾ ഞാൻ പറയും കുഞ്ചാക്ക ബോബനെക്കാളും ഛായ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരുപാട് സംസാരം ഉണ്ടായിട്ടുള്ള ഒരാള് കൊച്ചുപറമ്പൻ ചേട്ടന്റെയും പിന്നെ നമ്മുടെ കോട്ടയം പ്രദീപേട്ടന്റെയും കാര്യത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ സംശയിച്ചിരുന്ന ഒരു സമയമുണ്ട്. പ്രേമേട്ടാ, അങ്ങനെ ഒരു സംശയമൊക്കെ ആൾക്കാർ വന്ന് പറയുന്ന സമയത്ത് എന്താണ് പ്രേമേട്ടന്റെ ഒരു റെസ്പോൺസ് ഒക്കെ? കോട്ടയം പ്രദീപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുന്ന മിക്കവാറും പടങ്ങളിലെ ലൊക്കേഷനിൽ പുള്ളി വരുമായിരുന്നു. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രയത്നമാണ്. അയാൾക്ക് ഒരു പേരെടുത്ത ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നുള്ളൊരു ഇത് ധൈര്യം അയാൾ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പ്രയത്നിച്ചാണ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി മാറി. എല്ലാ സെറ്റിലും വരുമായിരുന്നു. എല്ലാവരും പലർക്കും അറിയാമായിരുന്നു. ഈ ഞങ്ങൾ തമ്മിൽ ഏകദേശം രൂപ സാദൃശ്യമുള്ളത് കൊണ്ട് കുറച്ച് സീനിയർ ഞാനായതുകൊണ്ട് എനിക്ക് ഇത്തിരി അസൂയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പുള്ളി നേരിട്ട് പറയുമ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ ചേട്ടാ മറ്റൊന്നും വിചാരിക്കരുത്, ചേട്ടന് പറ്റുന്ന ഒരു വേഷം ഞാൻ ചെയ്തു കേട്ടോ. എന്ത് ചെയ്യാൻ, അമ്മയുടെ മീറ്റിങ്ങിന് വരുമ്പോൾ എന്നെ കാത്ത് വെളിയിൽ നിൽക്കും. ഞാൻ വന്നതിന് ശേഷം എന്നോട് തോള് കൈയിട്ട് നമ്മളെ അനിയൻ ചേട്ടനായിട്ടാണ് അറിയപ്പെടുന്നത്, വലിയ ചേട്ടാ എന്നൊക്കെ പറയുന്നത് പുള്ളി വരാറുണ്ട്. പുള്ളിയോട് എനിക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നു. യെസ്, എന്തായാലും കോട്ടയം പ്രതിഭേട്ടൻ ഇപ്പൊ നമ്മുടെ കൂടെയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ഈ പ്രോഗ്രാമിൽ അനുസ്മരിക്കുകയാണ്. ഇതൊരു ടെലിവിഷൻ താരങ്ങളുടെയും ഒരുപാട് സിനിമ ആൾക്കാരുടെ ഒക്കെ ഒരു സംഗമ വേദിയാണ്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ മുൻനിരയിൽ തന്നെ അദ്ദേഹം കാണുമായിരുന്നു. ഇപ്പോഴും നമ്മളൊരു 3 കാര്യം ഒരുമിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ 3 പേര് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയാ സിദ്ദീഖ് സാറുണ്ട്, ചേട്ടനുണ്ട്. അതൊരു ആ ഒരു ശൈലി നമുക്ക് തന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പ്രിയദർശൻ പോലെയുള്ള കൂട്ടുകെട്ടിലൊക്കെ എപ്പോഴും സജീവ സാന്നിധ്യമാണ് രാജേട്ടൻ. SSLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി ചേരാൻ നേരത്ത് മോഹൻലാലും 6-7 പേരും കൂടെ വരുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ ചേട്ടാ ഒരു നാടകത്തിൽ അഭിനയിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരും. ഞാൻ പഴയ ജനയുഗ മാഗസിനിൽ വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് എന്നൊരു നാടകമുണ്ട്. ഞാൻ അവരെ വിളിച്ചു വരുത്തി 8 പേർക്ക് എഴുതി കൊടുത്ത് എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ച് എല്ലാവരും കാണാതെ പഠിപ്പിച്ച് ഇവരുടെ നല്ല 3 രൂപ വെച്ച് കളക്ട് ചെയ്തിട്ട് 30 രൂപ കിട്ടി. അതിന് മേക്കപ്പ് മെറ്റീരിയൽസ് വെച്ച് മോഹൻലാൽ അല്ല അഭിനയിക്കുന്ന 90 വയസ്സായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ യൂത്ത് ഹോസ്റ്റലിൽ സാധാരണ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണ് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത്. അവർ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് അല്ലേ. മോഹൻലാൽ എന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ നാടകത്തിന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും നാടക മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കമ്പ്യൂട്ടർ ബൈ ബെസ്റ്റ് ആക്ടർ മോഹൻലാൽ. ഞാൻ മോഡൽ സ്കൂളിന്റെ ബാക്ക് സൈഡ് ഓടി ഇഷ്ടപ്പെട്ടു. സീനിയേഴ്സ് എല്ലാം കൂടെ എന്നെ ഇടിച്ച് റൊട്ടിയാക്കും. അതാണ് മോഹൻലാൽ. മോഹൻലാൽ എപ്പോഴും പറയും രാജചേട്ടന്റെ കൈപുണ്യം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല. എങ്കിൽ പിന്നെ ബാക്കിയുള്ള 7 പേര് വേറൊരു സിനിമയിലും വരാത്തത്. ഇത് മോഹൻലാൽ ഒരു പ്രത്യേക അവതാരമാണ്. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പൊസിഷനാണ്. അല്ലാതെ എൻ്റെ കഴിവൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ മാത്രം കഠിനാധ്വാനം ഈശ്വരാധീനമാണ്. രാജേട്ടാ, ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്നത് അഭിനേതാവ് ആവണമെന്ന് സ്വന്തം ആഗ്രഹിച്ച ഒരാളെന്നും അല്ലാതെ കേട്ടിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ എന്താ പറയാ ഫാസിൽ സാറിന്റെ അടുത്തേക്ക് അല്ല അങ്ങനെയല്ല, അന്ന് മഞ്ഞിലുരിഞ്ഞ പൂക്കളിന് പുതിയ ആൾക്കാരെ വേണമെന്ന് നമ്പ്യാതിരി ക്യാമറമാൻ എന്നെ കൊണ്ടുവന്ന് മോഹൻലാലിന് താല്പര്യമില്ല, മടിയാണ്. സുരേഷ് കുമാർ വന്നിട്ട് ഇയാളുടെ ഒരു സ്റ്റില്ലെടുത്തിട്ട് അതൊന്ന് അയക്കാൻ പറഞ്ഞാൽ മോഹൻലാൽ പറഞ്ഞു നമുക്കൊന്നും ഇത് നടക്കൂലേ, നമുക്കൊന്നും ഇത് കിട്ടത്തില്ലേ, വേണ്ടെന്ന് പറഞ്ഞു. സുരേഷ് കുമാറിനെ ഒട്ടിച്ച് കൊണ്ടിട്ട് അവിടെ കൊണ്ടു കൊടുത്തത്. അവിടെ പിന്നെ ഇന്റർവ്യൂ ബോർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, CBML ഉണ്ട്, GJ ഉണ്ട്, ഫാസിലുണ്ട്, എല്ലാവരും ഇരിക്കുമ്പോഴാണ്
മോഹൻലാൽ ചെല്ലുന്നത്. ചെറിയ ചാറ്റൽ മഴയുള്ളതുകൊണ്ട് മുണ്ട് കൊടുത്ത് ഈ സൈഡിൽ ഇങ്ങനെ കുടയും തൂക്കി മുടിയൊക്കെ പടത്തിൽ കണ്ടില്ല, അതുപോലെയൊക്കെ വല്ലാത്ത രൂപമാണ്. അപ്പൊ ഇവരെ സിബി മലയിൽ ഉൾപ്പെടെ ഉള്ളവർ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഫാസിൽ ജിജു എന്ന് സമ്മതിച്ചു. ഇയാള് ഈ ഹിന്ദിയിലെ പ്രേം ചോപ്ര മലയൊക്കെ നടക്കുമ്പോൾ ഒരു ചരിവ് ഒരു വല്ലാതെയൊക്കെ നിൽക്കുന്നു, വില്ലൻ വേഷത്തിന് കറക്റ്റ് ആയിരിക്കുന്നു. അങ്ങനെയാണ് മഞ്ഞിൽ ഉരിഞ്ഞ പൂക്കളിലോട്ട് വരുന്നത്. ഫാസിൽ സാറിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും സിദ്ദീഖ് സാറിലേക്ക് കൂടി നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. സിദ്ദീഖ് സാർ എന്ന് പറയുന്നത് ഫാസിൽ സാറിന്റെ പ്രിയ ശിഷ്യനാണ്. എന്തുകൊണ്ടായിരിക്കും അന്ന് അങ്ങനെ ഒരു ലാലേട്ടനെ കാണുമ്പോൾ തന്നെ അയാളിൽ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവാം? ഫാസിൽ സാറിന് അങ്ങനെ ഒരു അത്ഭുത സിദ്ധിയുണ്ട്. ഒരാളുടെ കഴിവ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഞാനത് പുറത്ത് പറയാത്തൊരു കാര്യമാണ്. റാംജി റാവുവിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഹീറോ ഇല്ലാതെ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും ഇവർ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ, മുകേഷ് ഉണ്ട്, ഗോപാലകൃഷ്ണൻ, ബാലകൃഷ്ണന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ആരെയും കിട്ടാതായപ്പോൾ ഒരു ദിവസം ഫാസിൽ സാർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഞെട്ടി. അതോടുകൂടി നമ്മുടെ പണി പോവും, തീർന്നു. അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, പാചക എന്തായി പറയുന്നത്, നമ്മുടെ ജീവിതം തകർക്കാൻ വേണ്ടി പറയണോ എന്ന് അന്ന് പറഞ്ഞു. പക്ഷെ പാചക അന്ന് പറഞ്ഞത് എത്ര സത്യം വരുന്നത്. ലാൽ ഇന്ന് ഒരു മികച്ച നടനാണ്. അന്നേ ലാൽ അറിയാമായിരുന്നു ഫാസിൽ സാർ. നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് അഭിനയിക്കാൻ ഞാൻ അവിടെ ചെല്ലുന്നു. മോഹൻലാൽ തിങ്കളാഴ്ച ഒരു ഫ്രീ സമയം ഇരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു പാട്ട് കേൾപ്പിക്കാം, രാജുവിൻ്റെ അഭിപ്രായം എന്ന് പറയണം. എന്നിട്ട് പുള്ളി ഒരു പാട്ടിട്ടു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഈ പാട്ട് ഉറപ്പിക്കാനും പറ്റില്ല, പടത്തിന് ഒരു ഷോട്ടും അഭിനയിച്ചില്ല, പറഞ്ഞു വിട്ടാലോ. നമ്മുടെ പാട്ട് കൊള്ളാം, നന്നായിരിക്കുന്നില്ല, പക്ഷേ ഇത് അങ്ങനെ വലിയ ഹിറ്റൊന്നും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പള്ളിപ്പാട്ട് മാതിരി എനിക്ക് തോന്നിയുള്ളൂ, അല്ലാതെ ഒരു വലിയ വേറൊരു അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നാൽ രാജു നോക്കിക്കോ, ഇത് കേരളത്തിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകാൻ പോകുന്ന പാട്ടാണ്. അതാണ് ആയിരം കണ്ണുമാ. ഇന്നും ആ പാട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എയറിൽ. അതാണ് ഡയറക്ടറുടെ ജഡ്ജ്മെന്റ്. എന്തോ ഒരു പ്രേത സംബന്ധമായ ഒരു കഥ കൊടൈക്കനാലിൽ നടന്നത് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ സമയത്തുണ്ട്. ഞാൻ മറന്നുപോയി. അത് മോഹൻലാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഏതോ മാഗസിനിൽ അടിച്ചു വന്നു. രാവിലെ ബെല്ലടിക്കുന്നു, ഫാസിലിൻ്റെ വീട്ടിൽ രണ്ടുപേരും ചെല്ലുന്നു. സാർ, ഇങ്ങനെ മണിയമ്പിളി രാജു ചോദിച്ചിട്ടുണ്ട്, കൊടൈക്കനാലിൽ വെച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നു, അത് സത്യമാണോ? പുള്ളി ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞിട്ട് അകത്തൊരു ഡോറടച്ചത്. അയാളുടെ പേര് തന്നെ മണിയമ്പിളു രാജു എന്നല്ല, എൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്കറിയാം. പാട്ടുകൾ ഒരു പുതുമുഖ നടനെ വെച്ച് അല്ലെങ്കിൽ പുതുമുഖ താരങ്ങളെ വെച്ച് ചെയ്യുന്നതിന് മുമ്പ് ആ പാട്ടുകൾ കാസറ്റിലൂടെ കേൾപ്പിച്ച് അങ്ങനെ ഹിറ്റാക്കിയ ഒരാളാണ് ഫാസിൽ സാർ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വന്നിട്ട് നമുക്കൊക്കെ അന്ന് തോന്നും, പുള്ളി എന്തിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, എന്തൊരു അസൽ ആക്ടറാണ്, പുള്ളിക്ക് അഭിനയിച്ചോട്ട് എന്ത് രസമായിട്ടാണ് പറഞ്ഞു, പുള്ളി പറയുന്നതിൻ്റെ 10 നമുക്ക് ചെയ്യാം, എന്തൊരു ഗ്രേറ്റ് ആക്ടറാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ദൈവം കനിഞ്ഞു ഫഹദ് ഫാസിലിലൂടെ വന്നു. ഫഹദ് ഫാസിലിലോട്ട് കണ്ണിൽ കൂടി അഭിനയിക്കുന്ന ഒരു നടൻ സൗത്ത് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല, അത്ര അസാധ്യ ആക്ടറാണ്. മൈ ജി പ്രസൻസ് ലക്ഷ്യ ടെലിവിഷൻ താരങ്ങളുടെ സംസ്ഥാന സമ്മേളനം. നമ്മളെ ഈ കസ്തൂരിമാൻ കേട്ടിട്ടില്ലേ? അതല്ലെങ്കിൽ വേറെ മാനുണ്ടല്ലോ, കലമാനുണ്ട്, പുള്ളിമാനുണ്ട്, വരയാടുണ്ട്. അത് മാന്റെ വിഭാഗത്തിൽപ്പെടുന്ന മ്ലാവുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനീഷ്യലുള്ള മാൻ ഇതേവരെ നമ്മുടെയൊക്കെ മുമ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇനീഷ്യലുള്ള മാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഒരു മൃഗത്തിന് ഇനീഷ്യൽ ഇല്ല. ഒരു മൃഗത്തിന് ഇനീഷ്യൽ ഉണ്ട്. ഉണ്ടോ? വരുന്നു മാൻവി. മാൻവി ഞാനൊരു കാര്യം പറയട്ടെ, മാനിനെ വിളിച്ചിട്ട് മയിലാണല്ലോ വരുന്നത്. അല്ല മാത്തു, അതല്ല, ഇൻഷല് കാണിച്ചതാ, വി എന്നുള്ള ഇൻഷല് കാണിച്ചതാ അല്ലേ? ഇതെന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം? ആക്ച്വലി ഞാൻ വന്നത് നല്ല കോസ്റ്റ്യൂമിലായിരുന്നു. ഇതോ? ഇത് ഡാൻസിന്റെ കോസ്റ്റ്യൂം. കണ്ടില്ലേ കീറി കിടക്കുന്ന തുണി? എനിക്ക് പെട്ടെന്ന് അയാൾക്ക് അത് എഴുതുകയാണ് സിനിമയുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഗ്രൂപ്പ് ഡാൻസേഴ്സാ, ഞങ്ങളൊക്കെ ഗ്രൂപ്പ് ഡാൻസേഴ്സാ എന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു. ഇതൊന്ന് പിടിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഗ്രൂപ്പ് ഡാൻസേഴ്സാ, ഞങ്ങളൊക്കെ ഗ്രൂപ്പ് ഡാൻസേഴ്സാ. അല്ല, മാൻ ബി മാൻവി ഒന്നിച്ച്. അതെ, എന്താണ് അർത്ഥമൊന്നുമില്ല. നമ്മൾ കളിക്കുന്ന ഡാൻസ് ആണോ? ഡാൻസിന് വല്ല അർത്ഥമുണ്ടോ? ഡാൻസിന് ഒരു അർത്ഥമുണ്ടോ? കഴിയുമ്പോ തീരുമാനമാകും. ഈ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതെ, ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും മാൻവിയുടെ ഡാൻസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ കോസ്റ്റ്യൂമിലാണ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത്. കലക്കും. ഏത് ഡാൻസാണ് മാൻവി കളിക്കാൻ പോകുന്നത്? അല്ല, ഓ സാഖി സാഖി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ഉണ്ട്. രണ്ടുപേരും കൂടി പാടിയത് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഒന്നുമില്ല, വായിച്ചോളാം, പറയാൻ വന്നൊക്കെ വായിച്ചോളാം. ആ പാട്ട് തന്നെ രണ്ടുപേരും പാടിയിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. അറിയില്ല. അന്ന് അറിയാവുന്ന 2 ലൈൻ പാട്ട് പാടും. കുടജാത്രി. ഈ വേഷമിട്ടിട്ട് ആ പാട്ട് പാടില്ല. അല്ല, ഞാൻ എവിടെ പോയാലും അത് മാത്രമേ പാടാൻ എനിക്ക് അറിയുള്ളൂ. വേറൊന്നും അറിയില്ല? ഇല്ല.
ശരി, അങ്ങനെയാണെങ്കിൽ കുടജാദ്രി എങ്കിൽ കുടജാദ്രി, മൂകാംബിക എങ്കിൽ മൂകാംബിക. പാട്. അയ്യോ, എനിക്ക് സംഗതികളൊന്നും വേണ്ട, ഞാൻ തെറ്റിക്കും. അങ്ങനത്തെ സംഗതികളൊന്നും എനിക്കറിയില്ല. കുടജാത്രിയിൽ കുട ചൂടുമാ. മാത്തു താളം പിടിച്ചു. അവിടെ അവര് ഭയങ്കര മാത്തു വളരെ ഇങ്ങനൊക്കെ നിൽക്കുന്നു. അപ്പോഴാണ് പിച്ചൊക്കെ പിടിച്ചു. ഞാനിവിടെ അപ്പൊ ഞാൻ ആലോചിക്കട്ടെ, ഈ വേഷമൊക്കെ ഇട്ടിട്ട് ആ പാട്ട് അതും ഈ കുട്ടി. ഞാനാണ് ആദ്യം ചോദിച്ചു, ഈ വേഷം ഇട്ട് കുടജാതിരിൽ എങ്ങനെ ആ ശ്രുതി ഒന്നും കൂടി എന്നിട്ട് പാടിക്കേ പാട്ട്. കുടജാദ്രിയിൽ കുടച്ചൂട്. എനിക്കൊന്ന് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സിംഗർ കീബോർഡിസ്റ്റിനെ തെറ്റിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ വന്ന കീബോർഡിസ്റ്റാണ് തെറ്റിക്കളഞ്ഞത്. അത് കൈ ഉളുക്കിയോ അവിടെ നോക്കിട്ട് മാപ്പ് പറഞ്ഞു. നമ്മളെല്ലാവരും നിങ്ങളൊക്കെ അതാണ് പ്രതീക്ഷ. എന്റെ ഒരു ലെവൽ വെച്ച് അത്രയും പോക്കൂടാ. അപ്പൊ ശരി, ഇനി മറ്റേ ശരി. അതാ പറഞ്ഞ സംഗതി ഒന്നും എനിക്ക് ഒന്നിനും അത് വേണ്ട. ഓക്കെ, അല്ല കുഴപ്പമില്ല. കുടജാത്രിയിൽ കുട ചൂടുമാ, കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു, മെല്ലിപ്പുണരുന്നു, രാഗസാന്ദ്രമാണീ പ്രണയം തഴുകുന്നു, മെല്ലിപ്പുണരുന്നു, രാഗസാന്ദ്രമാണീ പ്രണയം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള ഒരു കാര്യമാണ്, നിങ്ങളിങ്ങനെ ലോകം കറങ്ങി നടക്കുകയാണല്ലോ. പല സമയത്തും വിദേശ രാജ്യങ്ങളിലൂടെ ഒരു രാജ്യത്തു നിന്നും അടുത്ത രാജ്യത്തേക്ക്, അവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്ക് എന്നൊക്കെ പോയ ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. കൊറോണയ്ക്കൊക്കെ മുമ്പ് നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ വീട്ടിൽ നിന്നുള്ള ഒരു അവസ്ഥ എന്താണ്? വിളിച്ചിട്ട് എന്ത് പറയും? അല്ല, വൈഫ് എന്ന് വെച്ചാൽ വീട്ടിൽ നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന ഇഷ്ടമാണ്, അത് തന്നെ ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് നമ്മൾ പോകുമ്പോൾ അവർ കൂടെ ഒന്ന് വരണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. എന്നെയും കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. മാത്തുക്കുട്ടി ഞാനില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. എന്റെ വീട്ടിൽ ആരുമില്ലല്ലോ. ആരുമില്ല. പിന്നെ അല്ല, അപ്പൊ മമ്മിയല്ലേ ഉള്ളൂ. മമ്മി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എങ്ങനെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തരണം എന്നൊഴിച്ച് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതായത് ഹസ്ബൻഡ് പോകുമ്പോൾ വൈഫിനെ കൂടെ എവിടെങ്കിലും ഒക്കെ ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളവര് പ്രേമിച്ച് കല്യാണം കഴിക്കും. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ആഗ്രഹമാണ്. ഒരു കലാകാരനും ഒരു കലാകാരിയും, ഒരു കലാകാരിയും ഒരു കലാകാരൻ, ഇവർ രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നു, ഇവർ കല്യാണം കഴിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് യാത്രകൾ പോകും. അടിപൊളി. അത് അടിപൊളിയല്ലേ? അത് പ്രത്യേകിച്ച് ഒരു പാട്ടുകാരനാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അവതാരികയാകാം. അപ്പം അതെല്ലാം ഒരു സ്റ്റേജിൽ തന്നെ ചിലപ്പോൾ പെർഫോമൻസ് പോലെ ഇവർ ഒന്നിച്ചായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ വളഞ്ഞു ചുറ്റി മൂക്ക് പിടിക്കുന്നതിന് പിന്നിലുള്ള കാരണം പറഞ്ഞോ? ആരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കാൻ? നമുക്ക് ഈ വേദിയിലേക്ക് വിളിക്കാം നമ്മുടെ വിജയ് മാധവ് ആൻഡ് ദേവിക. ദേവിയെ കാണുമ്പോൾ നമുക്കൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ട്. ഫ്ലവേഴ്സിന്റെ ഒരു അവതാരിക കൂടിയായിരുന്നു. അതെ. ഫ്ലവേഴ്സിന്റെ വേദിയിൽ ഒരുപാട് പൂക്കൾക്കൊപ്പമല്ല പൂന്തോട്ടത്തിനൊപ്പമാണ് ഇപ്പൊ നിൽക്കുന്നത്. എങ്ങനെയാണ് ദേവിക? എന്താ പറയണ്ടെന്ന് അറിയില്ല. ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഫ്ലവേഴ്സിന്റെ ഒരു വേദിയിൽ ഇത്രയും വലിയൊരു ഷോയില് വരാൻ പറ്റി. അതും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വലിയ ഷോ ആണ് വരാൻ പറ്റി. അതിന്റെ ഒരു സന്തോഷം. ബാക്കി എല്ലാവരെയും കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും കാലങ്ങൾക്ക് ശേഷമാണ് കാണാൻ പറ്റിയത്. സ്വാസികേനെ പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും കണ്ടോണ്ടിരിക്കും. സിദ്ദിഖ് സാറിനെ തന്നെ ആദ്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2015 ഞാൻ അദ്ദേഹത്തിന് അവസാനമായിട്ട് ഞങ്ങളൊരു ഷോ സിനിമ എന്ന് പറഞ്ഞിട്ട് മഴവിൽ മനോരമയിൽ ഒരു ഷോയില് അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 7 വർഷത്തിന് ശേഷമാണ് സാറിനെ കാണുന്നത്. രാജ് സാറിനെ ഞാൻ കണ്ടിരുന്ന ഒരു കല്യാണത്തിന് 2 ആഴ്ച മുന്നേ. ഇബ്രാഹിം കുട്ടി അങ്കിളിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് വളരെ അടുത്ത സൗഹൃദമാണ്. സാറിനെയും കാണാൻ പറ്റി. ജനാർദ്ദൻ സാറിനെ കുറിച്ച് മാഷ് എപ്പോഴും പറയാറുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ പറ്റില്ല. ബാക്കി എല്ലാവരും അവിടെ പ്രചോദനം നിന്ന് എന്റെ പേര് പറയാൻ വരുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ വരണ്ടേ. നേരത്തെ മൂക്ക് ചുറ്റി വിളിച്ചു എന്റെ ഹസ്ബൻഡിനെ. അത് ശരി. ദേവിക, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാൻ ഈ വിജയ് എപ്പോ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആണ്. ആൾ ഇത്ര സീരിയസ് ആണോ അതോ ഇങ്ങനെയാണോ പെരുമാറ്റം ഇങ്ങനെയാണോ? എന്താണ് ഇത്ര സീരിയസ്? എന്താണ് ഭയങ്കര സീരിയസ് ആണ്? ബാക്കി എല്ലാവരുടെ ഭയങ്കര സോഫ്റ്റ് ഒക്കെയാണ്. എല്ലാരും പറയും അയ്യോ പാവല്ലേ, എന്തൊരു നിഷ്കളങ്കന, നല്ല ചിരിയാന്നൊക്കെ പറയും. കുറച്ച് സീരിയസ് ആണ്. എല്ലാവരും പറയും. ഞാനെന്ന് പറയും
ഞാൻ പറയും നല്ല മൂഡാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആണ്. അത്യാവശ്യം സീരിയസ് ആണ് ആള്. എന്നെ പോലെയല്ല. ഞാൻ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ച് ഇതാക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ മുഖം നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ നിർത്തും. എന്താ വെച്ചാൽ സിപ്പ് ഇട്ട പോലെ നിർത്തും, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ നിർത്തും. കാരണം നാണല്ലേ ദേവിക, കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിച്ചൂടെ? താങ്കൾക്ക് ഇങ്ങനെ അറിയില്ലേ പെരുമാറാൻ ആൾക്കാരത്തെന്ന് ചോദിക്കുമ്പോ ഞാൻ അല്ല ഇപ്പോഴും വിജയുടെ ഇപ്പോഴും ഇവിടെ എന്തൊക്കെയും വിളിച്ച് പറയുന്നത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. വിജയ് മിണ്ടുന്നില്ല, വിജയ് മിണ്ടുന്നില്ല. പ്രചോദേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവിടെ എന്തൊക്കെയും പറയുന്ന മനുഷ്യന് നാണം കെടുത്താന്നുള്ളൊരു വിജയ് മിണ്ടിയേ പറ്റൂ. വിജയ് മിണ്ടണം. നിങ്ങളുടെയൊക്കെ മുന്നിൽ മിണ്ടാൻ പേടിയാണ് ആക്ച്വലി. ശബ്ദം കുറവാ. ശബ്ദം കുറവാ. ഞങ്ങൾ തമ്മിലുള്ള ഒരൊറ്റ പ്രശ്നം, എനിക്ക് ഭയങ്കര ശബ്ദമാണ്, മാഷിന് കുറഞ്ഞ ശബ്ദമാണ്. അപ്പൊ അതും ഒരു ചെറിയൊരു പ്രശ്നമാണ്. അപ്പൊ മാഷ് ഇത്തിരി ഓർഗസ്. എന്താണ് ഈ മാഷിനെ വിളിക്കുന്നതാണ്? സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, എന്നെ ഒരു പാട്ട് പഠിപ്പിച്ചു. പാടാൻ ചെന്നപ്പം ജസ്റ്റ് പഠിപ്പിച്ചു, അത്രേ ഉള്ളൂ. പാട്ട് പഠിപ്പിച്ച് പാട്ടിലാക്കിയ ആളാണ് ഈ മാഷ്. അങ്ങനെയല്ല. അതൊരു 10 വർഷം മുന്നേ ഒരു പാട്ട് പാടാൻ വേണ്ടി പോയി. ജസ്റ്റ് 4 വരി പാടിച്ചു. അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. അഹങ്കാരത്തിന് കയറിയപ്പോ വിചാരിച്ചു സ്റ്റാർ സിംഗറിനൊക്കെ ശേഷം ഒരു അടിപൊളി സ്റ്റേജ്, ഇനി അങ്ങോട്ട് കുറെ ഗാനമേളയൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് വിജയുടെ പേര് ഡയലോഗോട് കൂടിയാ തീരും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാടാത്ത വീണയും പാടുന്നൊക്കെ പറഞ്ഞ പോലെ ഈ സൈഡിൽ നിന്ന് ഒരാൾ തുടങ്ങി കഴിഞ്ഞപ്പോ വിജയ്ക്ക് വേറെ രക്ഷയുണ്ടായി. അല്ലല്ല, നമ്മള് ഭയങ്കര ഇൻട്രൊഡക്ഷൻ കൊടുത്തു വിജയ് മാധവ് എന്നൊക്കെ. ഇറങ്ങി പോകും പരാജയ മാധവ് എന്ന് കൊടുത്തു. ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ മാഷിനെ കൊണ്ട് പറയിക്കുന്നു, ഞാൻ മിണ്ടാണ്ട നിക്കാം. വിജയ് പറ. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഭാര്യയുടെ ഭർത്താവായിട്ട് നിൽക്കുമ്പോൾ ഒരു അവസ്ഥ എന്തുണ്ട്? അത് പറ. അതിനുശേഷം കലയുടെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള അവസ്ഥ കൂടെ പറയണം. പ്രേമിച്ചല്ല കല്യാണം കഴിച്ചത്. പിന്നെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ സംസാരമൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്കിങ്ങനെ ഒരു പൊരുത്തപ്പെടാൻ അപ്പൊ അത് പ്രേമമാണ്. എന്നോട് എടുത്തെടുത്ത് പറയും, അതെ നമ്മൾ പ്രേമിച്ചിട്ടല്ല കല്യാണം കഴിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം എന്ന് പറയാറുണ്ട്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ അത്ര വിശ്വാസമില്ല. ഞാനൊരു പാർട്ട്ണറായിട്ട് സക്സസ്ഫുൾ ആകും എന്നെനിക്ക് ഒരു കംഫർട്ട് സോൺ ഇല്ലായിരുന്നു. നമ്മളൊരു പെൺകുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ മിനിമം ബേസിക് ആയിട്ട് അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ കംഫർട്ട് ചെയ്യാന്നുള്ളൊരു ലെവൽ ഉണ്ടല്ലോ. അത് കൊടുക്കാൻ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ എന്താ പറയുന്നത്, എൻ്റെ രീതികൾ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ അഹങ്കാരിയാണ് അല്ലെ സീരിയസ് ആണെന്നൊക്കെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല. പക്ഷെ എനിക്ക് ബിഹേവ് ചെയ്യാൻ എന്നെ പോലെ പറ്റുന്നുള്ളൂ. ഞാൻ മാറി ബിഹേവ് ചെയ്താൽ ഞാൻ ചളവായി പോകും. അതെ, ഞാനെന്ന് പറഞ്ഞ വ്യക്തി വിജയ് മാധവായിട്ട് കയറിയാൽ ഞാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ എനിക്ക് മറ്റൊരാളായിട്ട് ദേവിക പറയുകയാണ് ഇത് നമ്മുടെ സീരിയൽ ആൾക്കാരുടെ പരിപാടിയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം കുളവും. എന്തായാലും ഒരു സന്തോഷമുള്ളതേ, ഒരാള് കിഴക്കോട്ടും ഒരാള് പടിഞ്ഞാറോട്ടും. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരേ വേദിയിൽ, പക്ഷെ വേറെ കാര്യം ഒരേ വീട്ടിൽ. അത് ഒന്നിപ്പിക്കാൻ നമുക്ക് സമ്മേളനം വേണ്ടി വന്നു. അതാണ് സമ്മേളനത്തിന് പോക്കേ. പക്ഷേ ടു ബി ഫ്രാങ്ക്, ഇങ്ങനത്തെ 2 പാർട്ട്നേഴ്സ് ആവുമ്പോൾ നമ്മൾക്ക് വളരെ എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട്. ഈ പറഞ്ഞതിനേക്കാൾ ഭയങ്കര ബാലൻസിങ് ആണ്. ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറം അദ്ദേഹം അഹങ്കാരിയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെങ്കിലും വളരെ നല്ല മനുഷ്യരാണ്. പിന്നെ എപ്പോഴാണ് ഇത് സ്നേഹമുള്ളൊരു സിംഹമാണെന്ന് നമുക്ക് മനസ്സിലായത്? അതെനിക്ക് മാഷ് പാട്ട് പഠിപ്പിച്ചു ജെനുവിൻ ആണെന്ന് മാത്രം. ഇല്ല അതൊക്കെ എനിക്ക് തോന്നുന്നു 10 വർഷം മുന്നേ. വൺ ലവ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് ഏതായിരുന്നു മാഷ്? അയ്യോ പാട്ട് പറഞ്ഞു. ഏതായിരുന്നു പാട്ട്? പെട്ടെന്ന് കിട്ടി. ഞാനും മറന്നുപോയി. ഒരു പാട്ട്, ഒരു മ്യൂസിക് ആൽബത്തിന് ഓർമ്മ വരാൻ ഞാൻ എൻഡില് പറയാം. ആ ഒരു പാട്ട് പഠിപ്പിച്ചു. ആ ഒരു കാസറ്റില് ജസ്റ്റ് പാടി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ യോഗയുടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ നമ്മൾ തമ്മിൽ നല്ലോണം സിങ്ക് ആയി പോകുന്നുണ്ട്. ഈ കല്യാണ യോഗത്തിന്റെ ഒരു കാര്യം ശരിയായത് ഒരു യോഗയ്ക്ക് പോയപ്പോഴാണ്. നാളെ പോലെ ഒരാൾ യോഗയ്ക്ക് പോയി തുടങ്ങും. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു. പ്രാണായാമം അവസാനം ശവാസനാവും. കഴിക്കണം, അതൊക്കെയാണ് രസം എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഞാൻ ആക്ച്വലി ഇപ്പൊ രസിക്കുന്നുണ്ട്. ആണല്ലേ? ഇതിന് മുന്നേ എനിക്ക് പേടിയായിരുന്നു, ചെയ്യണോ വേണ്ടയോ യോഗയാണോ അല്ല കല്യാണം. ഇപ്പൊ കൊള്ളാം. എന്തായാലും ഇങ്ങനെ ഒരാളെ കിട്ടിയതിന്റെ ഗുണമായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കിട്ടിയിട്ട് അപ്പൊ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. സൂപ്പർ ആയിട്ടുള്ള ആളെ തന്നെ കിട്ടും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, വിജയ് ഇപ്പൊ പറഞ്ഞല്ലോ, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൊള്ളാമെന്നു. ഇനി അത് ആവർത്തിക്കണ്ട. കൊള്ളാം സർ, സൂപ്പർ.
അല്ല ഇനി ഒരിക്കലും ഏട്ടാ. രാജൻ എന്ന് പറയാനുണ്ട്. അല്ല ഞാൻ ഈ അഭിപ്രായത്തിൽ 100% യോജിക്കുന്നത്. അല്ല മാത്തു, ഇബ്രാഹിം ചേട്ടൻ എന്തോ പറയാനുണ്ട്? ഇബ്രാഹിം ചേട്ടൻ ഇതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതാണ്. പറയൂ, വിവാഹത്തെ കുറിച്ച് ഇബ്രാഹിം ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് പ്രണയം, നല്ല പരിപാടിയാണ്. പ്രത്യേകിച്ച് പ്രണയം. അത് പ്രണയിച്ചവരോട് ചോദിച്ചാലേ അറിയൂ, ഞാൻ പ്രണയിച്ചില്ല. ഓ, അത് മാത്രം. ജീവിതത്തിൽ പ്രേമിച്ചിട്ടില്ലേ? കല്യാണം പ്രേമിച്ചാവണമെന്നില്ലല്ലോ. കല്യാണം പ്രേമിച്ചല്ല. അത് ഓക്കെ, അവിടെ വരെ ഓക്കെ. അതിനു മുമ്പുള്ളത് കോളേജ് ലൈഫിൽ ഇങ്ങനെ പ്രേമിക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മുടെ വല്ല ഈ ശബ്ദമൊക്കെ വെച്ചിട്ട് എന്നിട്ട് ആരും വീണിട്ടില്ലെന്ന് പറഞ്ഞു വരുന്നേ. ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ എഴുത്തിൽ എപ്പോഴെഴുത്തയച്ചേ? അല്ല, എനിക്ക് എഴുത്തയച്ചതല്ല. അയച്ചില്ല, ഞാൻ എഴുതി ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പൊ എല്ലാരും ഓപ്പൺ ആയിട്ട് അങ്ങ് വായിക്കായിരുന്നു. ഓ, അതാണ് സംഭവിച്ചതല്ലേ? ജനാർദ്ദനേട്ടൻ അവിടെ കുലുങ്ങി ചിരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അല്ല, ഈ ഇവന്റില് ഒരു കാര്യം പറയണം. ഞങ്ങൾ രണ്ടുപേരും എന്റെ അച്ഛന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ജനാർദ്ദൻ അങ്കിള്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരിക്കാന്ന് തുടങ്ങിയിട്ട് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോലും പറയുന്നേ. പക്ഷെ ഇതുവരെ നടന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് അതിനൊരു അവസരം രണ്ടുപേരും ആദ്യം ഒരു അനുഗ്രഹം മേടിച്ചിട്ട് വരാൻ നന്നായിരിക്കും. രണ്ടുപേരും ജനുവേട്ടൻ ഒരു അനുഗ്രഹം മേടിച്ച് വേദിയിലേക്ക് കയറിയാൽ നന്നായിരിക്കും. മേടിച്ചാണോ? അല്ല, എന്നാലും നമുക്ക് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും. പാട്ട് ഓർമ്മ വന്നിട്ടോ, ഇന്നും നെഞ്ചിലേന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു. ഇതാണ് പറയുന്നത്, നമ്മൾ അനുഗ്രഹം മേടിക്കുമ്പോൾ പാട്ടെല്ലാം ഓർമ്മ വരും. ആ, കറക്റ്റ്. പോയി വന്നപ്പോഴും എനിക്ക് ഓർമ്മ വന്നേ. അപ്പൊ അത് രണ്ടുപേരും നമുക്കൊന്ന് കേൾക്കാം അല്ലേ മാത്തുക്കുട്ടി? രണ്ടുപേരും പാടി നോക്കാട്ടോ. ശബ്ദം വലിയ ഗുണമൊന്നുമില്ല. എന്നാ കൂടെ നെഞ്ചിലെ കോണത് ഒരു കൂടൊരുക്കിലേ, കണ്ണിൻ മുന്നിലായി വന്നു നീ ഒരു കനവു നീതിലേ. വരവായി പാടും. വരവായി പൂന്തെന്നൽ അത് വീശിമായുമ്പോൾ തൂവൽ കൂട്ടിലോ ഏകയായി പോയില്ലേ കിനാവു നീതിലേ. ഇന്നിൻ നെഞ്ചിലെ കോണതിൽ ഒരു കൂടൊരുക്കിലേ, കണ്ണിൻ മുന്നിലായി വന്നു നീ ഒരു കനവു നീതിലേ. ഓ, உடைத்தாய் நொறுங்கவே என் அருகிதயா தருவே நீ உடைக்கவே. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா, விளையாட ஜோடி தேவை. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. மேகம் திறந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா. மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா. உன் கூந்தல் தேவன் தூங்கும் பள்ளி அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா. நினைக்காத நேரம் இல்லை காதல் ரதியே ரதியே. உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதியே. மறக்காது உன் ராகம், மறிக்காது என் தேகம். 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வே. அழகூரில் பூத்தவளே, என்னை அடியோடு சாய்த்தவளே. மலையூரின் சாரலிலே என்னை மார்போடு சேர்த்தவளே. உனை அள்ளித்தானே உயிர் நூலில் கோர்ப்பேன், உயிர் நூலில் கோர்த்து உதிராமல் காப்பேன். அழகிய பொய்கள் பூக்கும் பூச்செடி கண்டே, ரகசியமாக உயிரை தோண்டி பதியம் போட்டு கொண்டே. கண்டவுடன் எனையே சென்றதடி விழியே, என்னை விட்டு தனியே
നിറപ്പയറേറൊക്കെ കെട്ടി വാനിലവേ പെണ്ണേ പെണ്ണേ ഭൂലോകം എല്ലാമേ തൂങ്ങിപ്പോണ പിന്നെ പുല്ലോട് പൂമീനും ഓസൈ കേൾക്കും പെണ്ണെ നാം ഇരവിൻ മടിയിൽ പിള്ളകളാവും പാലോട്ട് നിലവുണ്ട് മലர்களே മലர்களே ഇത് എന്ന കനവാ മലകളെ മലകളെ ഇത് എന്ന നിனைவா ഉരുകിയതേ ഉരുകിയതേ எனது உள்ளம் പെരുകിയതേ വിഴിവെള്ളം വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ பொய் சொல்லக்கூடாது காதலி பொய் சொன்னாலும் நீ ஏன் காதலி பொய் சொல்லக்கூடாது காதலி பொய் சொன்னாலும் நீ ஏன் காதலி கண்களால் கண்களில் தாயமாடினார் கைகளால் கைகளில் ரேகை மாற்றினாய் பொய் ஒன்றை ஒப்பித்தாய் ஐயோ தப்பித்தாய் கண் மூடி தேடத்தாய் கனவெங்கும் தித்தித்தாய். എപ്പോഴും ജനാർദ്ദനേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരുടെയും മനസ്സിലുള്ളത് ആ ശബ്ദമാണ്. ഈ ശബ്ദം എന്താ പൈതൃകമായിട്ട് കിട്ടിയതാണോ, വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? ഇതേപോലെ എന്നോട് ശബ്ദമുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ വേറെ ഉണ്ടോ? ഈ ലോകത്തിൽ ആർക്കും പാറപ്പുറത്ത് ചിരട്ട ചൊരക്കട പുറത്ത് അല്ല ജനചേട്ടൻ അങ്ങനെ പറയല്ലോ, കാര്യം മിമിക്രിക്കാരുടെ ഏറ്റവും അനുഗ്രഹീതമായ ശബ്ദമാണ്. അതെന്താ കാര്യം വെച്ചാൽ ഏറ്റവും ഈസിയാണ് അനുകരിക്കാൻ ഈസി. ഇത് മിമിക്രിക്കാരൊക്കെ ഇത് അനുകരിച്ചിട്ട് പറയാറുണ്ട്. ഒരു തവണ ഇത് അനുകരിച്ച് കഴിയുമ്പോൾ പിന്നെ തൊണ്ടയ്ക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ഇത്രയും കാലം ജനാർദ്ദനേട്ടൻ ഈ ശബ്ദത്തിൽ പറഞ്ഞിട്ടും തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. അല്ല ഒരു കാലത്തൊക്കെ സ്റ്റേജുകളിലൊക്കെ കയ്യടി ഫസ്റ്റ് ജനാർദ്ദൻ ചേട്ടൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് ഫസ്റ്റ് നീ തങ്കപ്പനല്ലടാ പൊന്നപ്പലാടാ പൊന്നപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ കയ്യടിയാ. അത്രയ്ക്ക് ഒരുപാട് പേര് അനുകരിച്ച ഒരാൾ കൂടിയാണ്. ജനാർദ്ദനേട്ടൻ ഇഷ്ടമാണോ അങ്ങനെ ആളുകൾ അനുകരിച്ച് കേൾക്കുന്നത്? അല്ല ഇഷ്ടമാണോ ചോദിച്ചാൽ നിങ്ങൾ പ്രോഗ്രാം കണ്ടിട്ടില്ലേ? ഇപ്പോഴെ തൊട്ടിപ്പുറത്ത് നിന്ന് എന്നെ ഇവിടെ നിർത്തിയിട്ട് തൊട്ടിപ്പുറത്ത് നിന്ന് ഇതൊന്ന് മറ്റത് നമ്മുടെ കോട്ടയം തസീർ നമ്മുടെ പുറത്തെ പരിപാടികൾക്കെല്ലാം എന്നെ ഇവിടെ നിർത്തിയിട്ടല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്തോറും ജനങ്ങൾ ചിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിൽ ചിരിയുടെ പൂരമാണ്, തൃശ്ശൂർ പൂരമാണ് മനസ്സിൽ. എന്താണ് സിദ്ദീഖ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു കംഫർട്ട്? സിദ്ദീഖിന്റെ പടത്തില് ഒരു മിസ്കാസ്റ്റിംഗ് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു വേഷം ചെയ്യാൻ പറ്റിയ ആളെ കണ്ടുപിടിച്ച് അയാൾക്ക് വേഷം കൊടുക്കുന്നു ഒന്ന്. ഇപ്പോഴും നമ്മൾ ആരെങ്കിലും ഒക്കെ കാല് ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ പറയാ ആശാന്റെ കാല് തല്ലി ഒടിച്ചേ എന്നാണ് ഇപ്പോഴും ആളുകൾ പറയുന്ന ഡയലോഗ്. അത് പറഞ്ഞത് അത് ആ ഇവരുടെ കോമഡി മുഴുവൻ മിക്കവാറും കൂടുതലും സിറ്റുവേഷൻ കോമഡീസാണ്. ആ കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ അത് ഏക്കുമെന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. അതുപോലെ എല്ലാ ചിത്രങ്ങളിലും അങ്ങനെയുള്ള ഒരു ഇദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ പോലും ഞാൻ എൻ്റെ അഭിനയം മോശമാണെന്ന് പറഞ്ഞു. എല്ലാം നമുക്ക് തന്നെ തൃപ്തി, നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ തൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതാണ് സിദ്ദീഖിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. സിദ്ദീഖ് പരിചയമുള്ളൊരു ആശാനെ വെച്ചിട്ടാണ് സിദ്ദീഖ് നമ്മുടെ ജനാർദ്ദൻ സാറിന്റെ പടം ആ റോള് ശരിയാക്കി എടുത്തത്, അല്ലെങ്കിൽ അതങ്ങനെ എഴുതിയത്. ആ സമയത്ത് മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ ജനാർദ്ദനേട്ടൻ തന്നെയായിരുന്നോ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ജനേട്ടൻ്റെ അടുത്ത് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വരുന്ന മറുപടി നമ്മൾ പ്രതീക്ഷിക്കാത്ത മറുപടി ആയിരിക്കും. പക്ഷേ ആ മറുപടിക്ക് അപ്പുറത്തേക്ക് വേറൊരു മറുപടി ഇല്ല. ചിരിച്ചു പോകും നമ്മൾ. അത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ആരോ ഒരാൾ ജനേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഈ നടൻ എന്താണ് അവൻ്റെ ജാതി എന്ന് ചോദിച്ചു. അപ്പോൾ ജനേട്ടൻ്റെ മറുപടി, അവൻ്റെ ജാതി എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവൻ കഴിഞ്ഞിട്ടൊരു ജാതി വേറെ ഇല്ല. ജനാർദ്ദനേട്ടൻ ഇതിനു മുമ്പ് എയർഫോഴ്സിലായിരുന്നു, ബിസിനസ് ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് സിനിമയിലേക്ക് എത്തിയത്. പക്ഷെ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഇതായിരുന്നു സത്യത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും നല്ല മേഖല എന്ന്? അത് തെളിവാണല്ലോ. 51 കൊല്ലം ഇതിനകത്ത് എടുത്ത് പണ്ട് കാലത്ത് ഉത്സവ പറമ്പുകളിലൊക്കെ ഒരുപാട് ഷോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സിദ്ദീഖ.
ആ സമയത്തുള്ള ഒരു പ്രേക്ഷകരുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി നമ്മൾ കംഫർട്ട് സോണിലാണല്ലോ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കൈയടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൈയടിക്കും, നമ്മൾ ചിരിക്കാൻ പറഞ്ഞ് ഇവർ ചിരിക്കും. പക്ഷേ ഈ നമ്മൾ ഉത്സവപ്പറമ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരു പ്രേക്ഷകരാണല്ലോ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിവർന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആ സമയത്തുള്ള ഒരു സാഹസികമായിട്ടുള്ള പ്രോഗ്രാം? അത് സ്റ്റേജിന്റെ ഒരു സ്റ്റേജ് സെൻസ് ആണ്. ഇപ്പോൾ അതിപ്പോൾ പ്രചോദന് മനസ്സിലാവും, മത്തുക്കുട്ടി അധികം സ്റ്റേജ് ചെയ്തിട്ടില്ലല്ലോ. അത് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാം ഓഡിയൻസ് ഇവിടെ ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓഡിയൻസ് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ആ മൊമെന്റിൽ അറിയാം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ലെങ്ത് കുറയ്ക്കാം. കാരണം ഇത് എഴയുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ട് കുറച്ചു കൊണ്ടുവരും. അതേസമയത്ത് ഇത് നന്നായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളത് കൊഴിപ്പിച്ചു കൊണ്ടുവരും. ഇത് രണ്ടുപേരും തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ 3 പേരോ 4 പേരോ നിൽക്കുമ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഓഡിയൻ കാണൂല ഇത് പ്ലാൻ ചെയ്ത്, പക്ഷെ ഇതെല്ലാവർക്കും ഉള്ളിൽ അറിയാം. ഒരാൾ ഒരു ഡയലോഗ് കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇത് എഴയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് വരികയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു അതാണ് നമ്മൾ സ്റ്റേജിന്റെ ഒരു റാപ്പോ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് ഒക്കെ ഓഡിയൻസിന്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടോ അന്ന്? പിന്നെ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാല്, അത് സെയിന്റ് പോൾസ് കോളേജിൽ ഞങ്ങൾ മിമിക്സ് പരേഡ് അവതരിപ്പിക്കണം. അന്നും വർഗീസിന് കഷണ്ടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ മിമിക്രി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സൈലൻസിൽ, കോളേജാണല്ലോ സെയിന്റ്, അതിനകത്ത് ഒരു സ്റ്റുഡന്റ് വർഗീസ് മൈക്കെടുത്ത് തുടങ്ങാൻ പോകുമ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ വർഗീസ് ഇങ്ങനെ എന്തോ എന്ന് വിളിച്ചിട്ട്, ചേട്ടന്റെ മക്കളാരെങ്കിലും ഇവിടെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വർഗീസ് ഒന്ന് പങ്കായി പോയി. കുട്ടികള് ഞങ്ങളുടെ ഷോക്കാളും കൂടുതൽ ആളുകൾ കൈയടിച്ചതിനേക്കാളും കൂടുതൽ കൈയടിച്ചു. ഞങ്ങൾക്കൊക്കെ ചിരി വന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ ബലം പിടിച്ചിങ്ങനെ നിന്നു. പക്ഷെ ഇത് ചിരി അടങ്ങിയപ്പോ തന്നെ വർഗീസ് പറഞ്ഞു, ഇതുവരെ എനിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കൊരു സംശയം ഉണ്ടോ എന്ന്. അതൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓഡിയൻസ് മനസ്സിലായത്. അവിടെ അങ്ങോട്ട് ക്ലാപ്പ് അടിച്ചിട്ട് അവര് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാൻ കുറച്ചു നേരം ഡിലേ വന്നു. അത്ര നേരം അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കളഞ്ഞു. കാരണം അതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി കൊടുക്കാനുള്ള ഒരു അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പോട്ട് ലൈറ്റ് ഇടുക. അപ്പൊ അന്ന് ഹരിശ്രീയിൽ വന്നപ്പോ കലാഭവനിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഹരിശ്രീയിൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ സ്പോട്ട് ലൈറ്റിന് വേറെ പൗഡർ ടിൻ ഉണ്ടല്ലോ, പഴയ ഹിമാലയയുടെ പൗഡർ ടിന്നാണ്, നല്ല നീളം ഉണ്ടാവും. അതിന്റെ 2 സൈഡും തട്ടിക്കളഞ്ഞിട്ട് അതിനകത്തൊരു ബൾബ് ഇട്ടാൽ മതി. ഞങ്ങൾ നാടകക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിങ്ങനെ കെട്ടിയിട്ട് അതിനകത്തൊരു 1000-ന്റെ ബൾബ് ഇട്ടിട്ടാണ് വർഗീസിന് സ്പോട്ട് ലൈറ്റ്. ബാക്കി എല്ലായിടത്തും ഇരുട്ടായിരിക്കും. ഒരു സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കെട്ടിയിരിക്കുന്ന വയറ് ഒരു പ്ലാസ്റ്റിക് വയറാണ്. കുറേ നാളായിട്ട് ഈ ചൂട് കൊണ്ടുകൊണ്ട് ഇത് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇത് അങ്ങ് പൊട്ടി വർഗീസിന്റെ കഷണ്ടിയാണല്ലോ വർഗീസിന്റെ തലയിൽ വന്ന് അങ്ങോട്ട് വീണത് പൊട്ടി. ആളുകളെല്ലാരും കൂടി അങ്ങ് ചിരിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ രണ്ടാമത് ബൾബ് വാങ്ങിക്കണം, ഇത് കെട്ടണം, ഇത് തണുക്കണം. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് സ്പോട്ട് ലൈറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ ഹരിയെ ലാഭിച്ചതാണ്. വർഗീസ പറഞ്ഞതിന്റെ അകത്ത് ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വർഗീസ തനിക്കിത് വേണോടോ, അന്ന് സ്പോട്ട് ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു. അപ്പൊ വർഗീസ് അതെ സ്പോട്ട് ലൈറ്റ് ആയിരുന്നെങ്കിൽ എന്റെ തല പൊളിഞ്ഞായിരുന്നു. ആ സമയത്ത് പോലും ആ ഹ്യൂമർ സെൻസ് അങ്ങനെയുള്ള സൈനിക അങ്ങനെയാന്ന് പറയാട്ടോ, സൈനുദ്ദീൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അത് ഒരു ഐറ്റം ഉണ്ട്, അതായത് ഒരു പിച്ചക്കാരനാണ്. അപ്പൊ സൈനുദ്ദീൻ ആദ്യത്തെ സ്റ്റേജാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒന്നും റിഹേഴ്സൽ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അൻസാറാണ് ആ സ്റ്റേജിൽ ഷൈൻ ചെയ്യേണ്ടത്. മറ്റേ ആളൊരു പിച്ചക്കാരൻ വന്ന് ഇങ്ങനെ കൈ നീട്ടണം. അപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈനുദ്ദീനെ കയറ്റിവിട്ടു. പക്ഷെ ഞങ്ങൾ ബാക്കിൽ നിൽക്കുമ്പോൾ ആ പ്രോഗ്രാമിന് അർഹിക്കുന്ന ചിരിയുണ്ട്, അതല്ല അതിന്റെ അപ്പുറത്തെ ചിരിയാണ് വരുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ സൈഡിൽ വന്ന് നോക്കിയപ്പോൾ സൈനുദ്ദീൻ അൻസാറിന്റെ ചോദ്യങ്ങൾക്കൊക്കെ കൗണ്ടർ അടിക്കുകയാണ്. സൈനുദ്ദീനാണ് ചിരി, ഭയങ്കര ചിരി. അപ്പൊ എന്താണ് ഇവിടുന്ന് എത്രയാണ് ബസ് കാശ് വേണ്ട സാറേ, ഓട്ടോറിക്ഷയുടെ പൈസ എന്നൊക്കെയുള്ള വിധത്തിലുള്ള കൗണ്ടർക്കാരനാണ്. അവസാനം ഈ പ്രോഗ്രാം കഴിഞ്ഞ് കയ്യടി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ അൻസാറും സൈനുദ്ദീനെ കുത്തിപ്പിടിച്ച് നിന്നെ എടുക്കുന്നില്ല സ്റ്റേജിൽ, നീ ശരിയാവില്ല, നീ ഞാൻ ഷൈൻ ചെയ്യേണ്ട ഷൈൻ ചെയ്തു. സൈനുദ്ദീൻ അങ്ങനെയാണ്. എനിക്ക് സൈനുദ്ദീനെക്കാട്ട് ഒരുപാട് ഡയലോഗ്സ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അല്ലേ? ചില മറ്റേ ചെറിയ കൗണ്ടേഴ്സ് ഒക്കെ ചില കൗണ്ടേഴ്സ് ഒക്കെ സൈനുദ്ദീൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. അതിൽ ചില കമന്റ്സ് ഒക്കെ ഇപ്പൊ ഞാൻ പറയാം. ഇപ്പോ നീ എന്തിനാ പഠിക്കണേ എന്ന് ചോദിക്കാം, നീയൊക്കെ എന്തിനാ പഠിക്കണേ എന്നൊക്കെ സൈനുദ്ദീൻ പറഞ്ഞത് തമാശയാണ്. ടെലിവിഷൻ താരങ്ങളുടെ സംസ്ഥാന സമ്മേളനവുമായി ഇത് ഫ്ലവേഴ്സ് ടിവി.
മധു, നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഇവരിവിടെ വരുന്നു, ഇവരുടെ കുറെ അനുഭവ കഥകളൊക്കെ വന്ന് പറയുമ്പോഴാണ് ഇവര് ഇത്രയും അധികം ഇതിന്റെ പുറകെ, അതായത് ഒരു സീരിയലിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സിനിമയിലാണെങ്കിൽ പോലും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കഥാപാത്രങ്ങൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. അതെ, മറിച്ച് ഈ കഥാപാത്രങ്ങൾക്ക് പിറകിൽ അഭിനയിച്ചവരുടെ ഒരു എന്താ പറയാ സങ്കടവും അതിന്റെ ഒരു വേദനയും ആ പ്രയത്നവും ഒക്കെ നമ്മൾ അറിയുന്നില്ലല്ലോ. പിന്നെ അവരുടെ ഒരു സന്തോഷവും. കാര്യം അവർക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ ഡാൻസ് ആയിരിക്കാം, പാട്ടായിരിക്കാം, അവർ ഇവിടെ ഒന്ന് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് വേറൊരു തരത്തിലുള്ള ഏരിയ കൂടി ഉണ്ടെന്ന്. ഇതെന്താണ്? ഒരു വിഷയമില്ല. അയ്യോ ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിയാവുന്നു? ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ക്യാമറ ഇത് വള്ളിക്കെട്ടാണ്. ഞാൻ പറയട്ടെ, കൈകാര്യം ചെയ്യാൻ എനിക്കറിയാവുന്നു. പുള്ളി എങ്ങനെ കാണും? ക്യാമറ കൂടി ടെലികാസ്റ്റ് ചെയ്യുന്ന അന്ന് TV ഓഫ് ചെയ്ത് വെച്ചാ പോലെ. അപ്പൊ എനിക്ക് കാണണ്ടേ? നിനക്ക് എന്റെ വീട്ടിൽ ഒന്നും കാണാമില്ലേ? അല്ല, അതെ, ആരെങ്കിലും പറഞ്ഞു പുള്ളി ഇങ്ങോട്ടെങ്ങാനും വന്നാലോ? ഒരു പ്രശ്നം. എന്താണ് ഇവിടെ പരിപാടി? ഇത് സ്റ്റേജാണ്. ഓ, ഇയാളെ സല്യൂട്ട് പറഞ്ഞു. സംസ്ഥാന സമ്മേളനം സ്റ്റേജ് അടക്കാം. നിങ്ങൾക്ക് സ്വകാര്യം പറയണ അവിടെ പോയി പറഞ്ഞ പോരെ. ഇവിടെ എന്താ നടക്കുന്നത്? യോ, വേറൊന്നുമല്ല. എന്ത് പരിപാടി ഇവിടെ? അതായത് എന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്ത് താമസിക്കുന്ന കൊച്ചാ. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇയാളുടെ ഒരു പരിപാടി ഇവിടെ നടക്കൂല. അയ്യോ, സത്യമായിട്ട് പടച്ചമ്പരാണ് ആ വകുപ്പ് അല്ലെന്നത്. പിന്നെ അതാണ് എനിക്കറിയാൻ പറ്റില്ല. വേറെ ഇവിടാണ് കൊണ്ടുവരുന്നത്. അതല്ല സംഭവം. അതായത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ പെങ്കൊച്ചാ അസല് കലാകാരിയാ. അഫ്സല് കലാകാരിയല്ല, കലാകാരനാണ്. നല്ലത് പാട്ടൊക്കെ പാടും. അഫ്സലിന്റെ കേസല്ല ഞാൻ പറഞ്ഞത്. ഈ കുട്ടി അസല് കലാകാരിയാന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ അദ്ദേഹം പറഞ്ഞത്. അഫ്സല് കലാകാരനല്ല, കലാകാരി അല്ലല്ലോ. അത് ശരി, ഇവര് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡി അടിച്ചോണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാന്ന് പറ. നിങ്ങൾ കാര്യം പറ, വ്യക്തമായിട്ട് കാര്യം പറ. ഇത്തരം കലാകാരിയാ നീ കൊച്ച്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എവിടെ കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ വീടിന്റെ അപ്പുറത്ത് കൊണ്ടുവരുന്നത്. പക്ഷെ എവിടെ കല്യാണം കഴിച്ച് എവിടെ ഭർത്താവ് മൊരടനാ. അതായത് മൊരടൻ മുരളി എന്നാ ഞങ്ങൾ അവനെ വിളിക്കുന്നത്. അത് നമ്മുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നാട്ടുകാർ അത് നമ്മൾ ഇടപെട്ട കാര്യമില്ല. ഇവിടെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടിരാൻ പറ്റില്ല. എന്റെ ശ്രീകണ്ഠ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയല്ലായിരുന്നു. കാരണം ഇവിടെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാ. എവിടെ കലാവാസന പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ കൊച്ചിന്റെ കയ്യിൽ അസാധ്യമായുള്ള കലാവാസന കയ്യിരിക്കുക. ഒരു പാട്ട് പാടാൻ പോലും അവൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അന്ന് മുതല് കൂട്ടിലിട്ട് വളർത്തിയ. അവർക്ക് വീടില്ലേ? കൂട്ടിലിട്ട് കൊടുത്തിരുന്ന ആണ്ട കോമഡി പിന്നെ അടിച്ചോണ്ടിരിക്കുക. അതല്ല സുഹൃത്തെ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന്. അതെങ്ങനെ കിട്ടാണ്ടിരിക്കും? ഇന്ത്യക്ക് മുഴുവൻ ഒരുമിച്ചല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത് 47-ല്. അത് സംഭവം എന്താണെന്നറിയാമോ? ഇപ്പോൾ അറിയാഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? അന്ന് കുളത്തൂപ്പുഴ ഇവിടെ ചിറ്റയുടെ മോടെ ഒരു കല്യാണത്തിന് പോയിരിക്കായിരുന്നു. അതുകൊണ്ട് അറിഞ്ഞില്ല സ്വാതന്ത്ര്യം കിട്ടിയത്. നീ വന്നേടി, ഞാൻ ശ്രീകണ്ഠസാറിന് പറഞ്ഞ ആകാശവാണിയിൽ അങ്ങനെ കൊണ്ട് പാടി. ഞാൻ പറയുന്നത് മനസ്സിലാക്കും. കുട്ടിക്ക് എവിടെ ഭർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല കലാവാസന പ്രോത്സാഹിപ്പിക്കാൻ. അപ്പൊ അവൻ പണിക്ക് പോയ സമയത്ത് ഞാൻ വിളിച്ചോണ്ട് വന്നതാ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പാട്ട് പാടിക്കുക. ഈ സമയത്ത് പാടണം. എനിക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്യണം. 7 മണിക്ക് മുമ്പ് ടെലികാസ്റ്റ് ചെയ്യണം. ഇതിന്റെ എഡിറ്റ് ഉണ്ട്, ഇതിന് പ്രമോ വിടണം, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അവിടെയാണ് പോയിന്റ് മെയിൻ തിരിച്ചിരിക്കുന്നത്. കളയാനൊന്നുമില്ല, ഫുള്ള് സാധനം കാമ്പ് ഉൾപ്പെടെ എടുക്കാം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്പൊ തന്നെ ഫേസ്ബുക്ക് ലൈവിലോട്ട് 7 മണിക്ക് ടെലികാസ്റ്റ്. ഈ മൊബൈലിന്റെ പരിപാടി നടക്കുകയില്ല. ഒരു പ്രാവശ്യം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വൈറലായി വിഷയമാണ്. അതുകൊണ്ട് അത് നടക്കല്ല, ഇവിടെ ഷൂട്ട് ചെയ്യണം. അവിടെ ഭർത്താവ് 7 മണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് വരുവേ. അതിന് മുമ്പ് ടെലികാസ്റ്റ് ആയ അവൻ അറിയില്ല. ഞങ്ങൾക്ക് ഒരു ധൈര്യം ഇല്ലാത്ത ഈ പാടുന്നു പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ ഈ പുള്ളിക്കാരൻ പാടും, സത്യമായിട്ട് പാടും. നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടുന്നു? ഞാനാണ് ഗ്യാരണ്ടി. എന്ത് ഗ്യാരണ്ടി? അതായത് ഒരു ദിവസം എന്റെ ഭാര്യ സൈനബായും 2-3 പിള്ളേരുമായിട്ട് അവിടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്യണോന്നറിയാതെ TV ഇങ്ങനെ F ചാനലും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില്. ഈ സമയത്ത് എവള് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പാട്ട്, ആ പാട്ടിന്റെ സ്ലിപ്പായി നേരെ എന്റെ കർണമുടത്തിൽ വന്ന് അടിക്കുന്നു. ഒറ്റയ്ക്ക് ഇരുന്ന് F ചാനൽ കാരണം എനിക്ക് കിട്ടിയാൽ ഞാൻ വിടുകയും ചെയ്യും. നേരെ മുറ്റത്തോട്ട് ഇറങ്ങി അങ്ങ് ഇട്ട് കൊടുത്തു. എന്നാ കോഴി അരി ഇട്ട് കൊടുക്കുന്നത് കോഴിക്കല്ലേ? ആണ്ട ഇവിടെ ആരേലും ഉണ്ട് ഈ പുള്ളിയുടെ താടിയും മടിച്ച് മുട്ടയടിച്ച് പുള്ളിയും കുത്തി വിടാതെ. അല്ലെ നിങ്ങൾ തെളിച്ച് പറ, കാര്യം പറ. കഴിഞ്ഞുള്ള എന്ന്. ഓ സാരി അല്ല, ബ്ലൗസ്. സരിഗമ്മ പാതിനേൽ കഴിഞ്ഞുള്ള ഇല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പതുക്കെ വേലയും ഞൂന്ന് ഞാൻ ഇവിടെ വിറ്റത്തിൽ നിന്ന് ഗമയിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് പറയട്ടെ, ഇനി പെരക്കകത്തുനിന്ന് എവള് ഗമ ഇങ്ങോട്ട് ഇട്ടു. ഗമ കിട്ടിയാ ഞാൻ വിടുവോ? നേരെ പെരക്കകത്ത് കയറി പായം കിട്ടും. ഈ സമയത്ത് തൽക്ഷണം എവിടുന്നാന്ന് അറിയാൻ പാടില്ല, ഡിങ്കം വന്ന് അവതരിക്കുന്ന പോലെ എവിടെ ഭർത്താവ് മറ്റേ മൊരടമുരളിയില്ലേ നേരെ കയറി വന്നു. എന്നെ പായും വലിച്ചു കയറി, തുണിയും വലിച്ചു കയറി. മലയാളത്തിലെ സകലമാന ചില്ലക്ഷരം ഉപയോഗിച്ച് എന്റെ കർണത്ര ഒറ്റ ചെയിൻസാൻ കണ്ടിയാ എന്റെ കവള് മുറിഞ്ഞു കയറിയോ. പിന്നെ ഒരൊറ്റ അടിക്കുന്ന ഒരാളുടെയും കവള് മുറിയൊന്നുമില്ല, കുറച്ച് വീർത്ത് വരും ചിലപ്പോ, അത്രേ ഉള്ളൂ. അവൻ ചില്ലക്ഷരയിട്ടല്ലേ അടിച്ചേ, അങ്ങനെ കവള് മുറിഞ്ഞു പോയ ഉഗ്രം കോമഡിയാ. വേറെ അടുത്ത് അടിക്കാൻ പറ്റിയ ഇവിടെ സിറ്റുവേഷൻ ആർട്ടാണ്ട് അടിച്ചത്. ഞാൻ ഈ വിഷയത്തിൽ ഇടപെടണോ ഞാൻ പോണോ? അദ്ദേഹം അവിടെ നിൽക്കണം. കാരണം ഇവിടുന്ന് ചീക്കല് കുറെ വരും, ഒന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും അത് ഞാൻ വേറെ 2 പേരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ, അപ്പം നിങ്ങൾ 2 പേരിൽ നിൽക്കാതെ വരും. എന്തായാലും പ്രചോദേട്ടാ, പുള്ളിക്കാരത്തി പാടും എന്നാണ് പറയുന്നത്. ഒരു സാരിയുടെ കഥയും ഗാമയുടെ കഥയും
പാടകഥയൊക്കെ പറഞ്ഞതാണല്ലോ. പാടവേദന. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലം. ഇനിയിപ്പോ ഇൻ കേസ് അവർക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ മുരളിയോ ആ മുരളി വന്നിട്ട് അല്ലെങ്കിൽ ഈ മുരടൻ വന്നിട്ട് ചാൻസ് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇവര് വളരാതിരിക്കുന്നതെങ്കിൽ അല്ല മാത്തു, നമുക്ക് അങ്ങനെ സമ്മേളനം നടത്താം. അതായത് ഭർത്താവിന്റെ പീഡനം അനുഭവിക്കുന്ന ഭാര്യമാരുണ്ട്. അങ്ങനെ സമ്മേളനം നടത്തുന്ന സമയത്ത് പുള്ളിക്കാരത്തിനെ വിളിക്കണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കണം. അങ്ങനെ ഭർത്താവിന്റെ പീഡനം അനുസരിച്ച് ഭാര്യമാരെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് എല്ലാവരെയും കൊണ്ടുവരാം. ഒരു പാട്ടൊന്നും പാടിച്ചു നോക്കാം. അങ്ങനെയാണ് ഈ പാട്ട് പാടിച്ചോ, പുറം ലോകം അറിയണ്ട. പക്ഷെ ടെലികാസ്റ്റ് ചെയ്യണം. പുറം ലോകം അറിയാണ്ട് പിന്നെ എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഭർത്താവ് വരുന്നുണ്ടോ ഗേറ്റിന്റെ അവിടെ പോയി നോക്കിയിട്ട് വരാം. ഞാൻ എല്ലാ അനുഗ്രഹവും ഉണ്ട്. പിന്നെ പാട്ട് പാടുമ്പം ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഇച്ചിരി മാറിയത് പാടിയാൽ മതി. അതെന്താ? മാത്തുക്കുട്ടി എന്ന പേരെങ്കിലും ഇടയ്ക്ക് കാളക്കുട്ടിയുടെ സ്വഭാവം കാണിക്കും. ഓക്കെ, പാട്ടിയോ, ഞാൻ നോക്കിയിട്ട് വരേ. ഇറങ്ങി പോണോ? ഈ ആക്ഷൻ കോമഡി അതാ അങ്ങനെ കാണിക്കുന്നത്. ഈ അക്ഷരം അറിയാത്ത ആളെ കുറിച്ചൊക്കെയാണ്. ശരി, അതായിരുന്നു. വീടിന് പുറത്തേക്ക് ഇറങ്ങണം എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ? കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരെ കണ്ടപ്പോ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കണ. പാടിവിടെ നിന്നോട് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാടി ആരുടെ പ്രലോഭനം കുറിച്ചാടി ഇങ്ങോട്ട് വന്നേ? പ്രലോഭനമൊന്നുമല്ല, എനിക്ക് പാടാനുള്ള ആഗ്രഹം കൊണ്ട് ചേട്ടൻ എന്നെ നിർബന്ധിച്ചു. ഫേമസ് ആക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാ. നീ ആ പഞ്ചായത്തിൽ ഫേമസ് ആക്കി. എന്തിനാടാ ഈ ചാനലിൽ കൊണ്ടുവന്ന് ക്യാമറയും വെച്ചു ലോകം മുഴുവൻ ഇങ്ങനെ ഫേമസ് ആക്കണേ? അതല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്തിനാ വന്നേന്നോ? എന്റെ പെണ്ണുമ്പളെ തപ്പാൻ ഇതൊക്കെ വീട്ടിൽ വെച്ച് ആയിക്കൂടാ നാറി. നിങ്ങള് പെണ്ണുമ്പളനെ തപ്പി ഇറങ്ങിയാന്ന്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. നിങ്ങൾക്കറിയാവോ എന്ത്? എന്റെ മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി അല്ല, മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി അതെന്ത് കുട്ടിയാവട്ടെ, ഇവനാണ് എന്റെ അച്ഛനെ കൊന്നത്. ഇവനാണ് എന്റെ അച്ഛനെ കൊന്നത്. ഇല്ല, ഇവനാണ് എന്റെ അച്ഛനെ കൊന്നത്. അല്ല, മുസ്തഫക്ക് അങ്ങനെ ചെയ്യുന്ന ആളെ അല്ല. നമുക്കറിയാമല്ലോ സെക്യൂരിറ്റി ആയിട്ട് എത്ര കാലം ഇവിടെ ഉള്ളതാ. എന്റെ അച്ഛൻ മരിച്ചെങ്ങനെയെന്നറിയോ? എന്റെ അച്ഛൻ കാട്ടിലേക്ക് ലില്ലിക്കുട്ടി പറിക്കാൻ പോവാണ്. ലില്ലിക്കുട്ടിയോ? എടാ, കാട്ടിൽ ഇല്ലിക്കുറ്റി പറിക്കാൻ വേണ്ടി പോയെന്ന്. അപ്പൊ പോയപ്പോ കാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞത് അയൽപ്പക്കാരനായ മുസ്തഫോട് പറഞ്ഞു, ഞാൻ കാട്ടിലേക്ക് ഇല്ലിക്കുറ്റി പറിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ ഒരു ഉപദേശം, ഞാൻ പട്ടാളത്തിലായിരുന്നു, ആ ഒരു സാധനം അവിടെ കാട്ടിലേക്ക് ചെല്ലുമ്പോ കാട്ടിൽ ഇല്ലിക്കുറ്റി പറിക്കുമ്പോ പുലി വരുമെന്ന് പറഞ്ഞു. അപ്പൊ പുലി വരുമ്പോ എന്ത് ചെയ്യണം? അവിടെ പാട്ടടിച്ചോളാൻ പറഞ്ഞു. സ്വാഭാവികം. അവിടെ ചെന്നു. എന്റെ അച്ഛൻ ഇല്ലിക്കുറ്റി പറിച്ചോണ്ടിരുന്നപ്പോ പുലി വന്നു. അച്ഛൻ നിന്ന് പാട്ടടിച്ചു. ആദ്യം ശ്രീരാഗമടിച്ച് ഹരിമുരളീരവം പ്രമദവനം നിന്നങ്ങ് അടിച്ച് ലാസ്റ്റ് ഹരിമുരളത്തിന്റെ ഈന്ന് വെച്ചോണ്ടിരുന്നപ്പോ പുലി വന്നു. അച്ഛനെ കടിച്ചു പിടിച്ചോണ്ടാ ഈ പുലി പോയത്. പുലി വരുമ്പം പാട്ടടിക്കാനല്ല ഞാൻ പറഞ്ഞേ, പാട്ടടിക്കണോന്ന് ഞാൻ പറഞ്ഞേ. കാട്ടിലെവിടാ പാട്ടാണെന്നിട്ടാണ് നേരത്തെ പറഞ്ഞ പുലി വരുമ്പോ കൊണ്ടുവരുവാടാ നിന്റെ അച്ഛന് പാട്ട. അന്ന് മുതൽ എനിക്ക് തുടങ്ങിയ സംശയത്തിന്റെ ഒരാളെ ഞാൻ വിശ്വസിക്കില്ല. ഒരാള് പറഞ്ഞത് ഞാൻ കേൾക്കില്ല. ഇങ്ങനെ സംശയം ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നീ സംസാരിക്കരുത്. ഇവള് റേഷൻ കടയിൽ പോവില്ല, മാവേലി സ്റ്റോറിൽ പോവില്ല, സാധാരണ കടയിൽ ഒന്നും പോകത്തില്ല. AC ഉള്ള ചില്ലിട്ട കൂട്ടിലായ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇവള് പോകും. അയ്യോ, അതിനൊക്കെ എന്താ പ്രശ്നമുള്ളത്? അവിടെ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത നല്ല സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അതിന് വേണ്ടിട്ട് ആ ചേച്ചി പോണതല്ല. എന്നൊക്കെ സംശയിച്ചു എന്തൊരു അലമ്പാണത്. അതിനൊക്കെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ ചെല്ലുമ്പോ ഒരു ജിഞ്ചിൽമാൻ ഇപ്പൊ ഉണ്ട്. ജിൽജിൽമാൻ അല്ല, ജെന്റിൽമാൻ. ജിൽജിൽമാൻ ജെന്റിൽമാൻ ജിൽജിൽമാൻ ജെന്റിൽമാൻ ജിൽജിൽമാൻ
ഹലോ. ഇവിടെ ചിങ്കാരി വെള്ളം നടത്താൻ വന്നിട്ടുണ്ട് നിങ്ങള്. മാറിപ്പോയി. ഈ ജിഞ്ചിൽ മനോടിപ്പുണ്ട്, ഒരു താടിയും വെച്ചൊരു ഫഹദ് ഫാസിലെ പുള്ളിക്കാരിപ്പുണ്ട്. ഇവൾ അതിന്റെ അകത്ത് കയറും. ഇതിന്റെ അകത്ത് കയറിയിട്ട് ഇവള് മൊബൈൽ വെക്കും ചേട്ടാ. ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വെച്ച് ഇവൾ ഓക്കെ അടിച്ചിട്ട് ഇവള് ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കും, തിരിച്ച് കാണിക്കുമോനെ. എന്നിട്ട് ഇത് ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം ഇവളല്ലേ ചോദിച്ചേക്കണേ. അവൻ പറയും ഞാൻ ഓക്കെ. അത് വളരെ മോശമാണ്. അതെന്താണ്? അത് ഗൂഗിൾ പേ ചെയ്യുന്നതാ. പേര് കിട്ടി, അവന്റെ പേര് കിട്ടി ഗൂഗിൾ പൈ. അത് ഗൂഗിൾ പൈ അല്ല, ഗൂഗിൾ പേ എന്ന് പറയുന്നത് മൊബൈലിലുള്ള ഒരു ആപ്പാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ പേയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ നമ്മളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ആവും. അത് ഓക്കെ അല്ലേ? പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് കാണിക്കാൻ ഓക്കെ അല്ലേ ചേട്ടാ ചോദിക്കുന്നത്. ഇവളുടെ ഫോൺ എന്ത് പണ്ണാരമാണ് ഇത്ര പൈസ അറിഞ്ഞു വെക്കാൻ. അതെ അതെ ചേട്ടാ, ആ പയ്യനുണ്ടല്ലോ ഫഹദ് ഫാസിലിനെ പോലെ നല്ല സ്മാർട്ടാണ്, പുക വലിക്കില്ല, മദ്യപിക്കില്ല, പെമ്പിളേറെ മുഖത്ത് വെക്കത്തില്ല, സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ പുകവലി ഇല്ല, മദ്യപാനം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ ഇടയിൽ കുറെ കാശുണ്ടാവും, പുള്ളിക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം. എന്റെ പാർക്കുട്ടി അല്ല മാത്തുക്കുട്ടി, എന്തായിക്കോട്ടെ. നിങ്ങള് പുകവലിക്കൂ? ഇല്ല. പുകവലിക്കോ? ഇല്ല. കുടിക്കോ? ഇല്ല. ഇല്ല. പിന്നെ പെണ്ണുങ്ങളൊന്നും നോക്കൂല? ഇല്ല. ഡീസന്റ് ജെന്റ്സ് അല്ലേ? അതെ. നിങ്ങളുടെ രണ്ടുപേരുടെ സൂപ്പർ മാർക്കറ്റിന്റെ താക്കോളം തരാമോ? അത് 2 മാസത്തേക്ക് ഇവിടെ സാധനം മേടിക്കാൻ അങ്ങോട്ട് വിടാം. വേറെ പരിപാടിയല്ലേ? സൂപ്പർ മാർക്കറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ കുടിക്കും, നിങ്ങൾ വലിക്കും, നിങ്ങൾ എല്ലാം ചെയ്യും, നിങ്ങൾ പെണ്ണുങ്ങളെ നോക്കും. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും. പിന്നെ എന്റെ തലയിൽ ഇടുക്കി വീഴാൻ ഞാൻ ഇടുക്കിയുടെ അടിവാരത്താണല്ലോ താമസിക്കണേ. നിങ്ങൾ ഇതല്ല, ഇതിനപ്പുറം പറയും. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിച്ച ഉടനെ ഇറങ്ങി വന്നവളാ ഞാൻ. ഇഷ്ടപ്പെട്ടെന്ന് മാത്രമേ പറയരുത്, ഇറങ്ങി വന്നു അത്രേ ഉള്ളൂ. എന്റെ കാട്ടുപെട്ടി എന്ത് ചെയ്യട്ടെ. സംഭവം എന്താ ചെയ്യുന്നത്, ഞാൻ ഈ പാചകത്തിന്റെ പരിപാടിക്ക് പോകും. ഈ പാചകത്തിന്റെ പരിപാടിക്ക് പോകുമ്പോൾ രാത്രി നമുക്ക് ഉറക്കക്ഷീണമാണ്. നമ്മൾ ഉറക്കക്ഷീണാകുമ്പോഴത്തേക്ക് ഞാൻ എന്താ ആശാന്റെ കൂടെ, കുട്ടപ്പൻ ആശാന്റെ കൂടെ ഞാൻ കസേര ഇരുന്നിട്ട് ഒന്ന് ചാരി കിടന്ന് അങ്ങ് മയങ്ങാനായിട്ട് ഞാൻ കസേര ഇരുന്ന് ഇങ്ങനെ കണ്ണിങ്ങനെ മറഞ്ഞപ്പോ ഒരു ജനലിൽ ഇവള് നിൽക്കുന്നു. ഇവള് വിചാരിച്ചു ഇവളെ ഞാൻ കണ്ണ് കാണിക്കണമെന്ന്. അന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞാൻ വീട്ടിൽ ചെമ്പോട്ടിയായിട്ട് ഞാൻ വണ്ടി കൊണ്ടു ചെമ്പോട്ടി ഇറക്കുമ്പോ 2 ചെമ്പോട്ടിൽ 1 ചെമ്പോട്ടി ഇവളായിരുന്നു. ഓട്ടുള്ളി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇങ്ങനെ നിന്നിട്ട് ചേട്ടൻ ഇങ്ങനെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഫുൾ പോക അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓടുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ നിന്നിട്ട് കണ്ണ് പറഞ്ഞു കഴിഞ്ഞപ്പോ കൂട്ടിൽ അകപ്പെട്ട ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. അതാണോ? ആ ഹൂറിയാണോ ഈ കുട്ടി? എന്നാ പറഞ്ഞ? അതേ പിടിച്ച് ഇനി അത് ഡെവലപ്പ് ചെയ്ത് അങ്ങ് പോവാ. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാണോ? അപ്പൊ നിങ്ങൾ മുസ്തഫയാന്ന് പറഞ്ഞ് നിങ്ങളോട് ആൾമാരുടെ നടത്താണ്. അല്ലല്ല, നിങ്ങൾക്കറിയാണ്. അല്ല, ഞാൻ മുസ്തഫയാണ്, ഞാൻ കറിയല്ല. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാന്ന്. എന്തിനാ കുട്ടി ഞാൻ ഒരു സഹായം എന്നെ കറിയാക്കുന്ന എന്തിനാ? നിങ്ങൾക്കറിയോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എല്ലാം അറിയാം. എന്താണ് പറയണേ? നിനക്കറിയാന്ന്? കഴിഞ്ഞ ദിവസം ഈ കാലമാടൻ എന്റെ അടുത്ത് പറയോ, നിന്നെ വിട്ടിട്ട് ഞാൻ സ്കൂട്ടർ വാങ്ങിക്കുന്നത്. ഭാര്യയെ വിട്ടിട്ട് സ്കൂട്ടർ മേടിക്കണം? സാമദ്രോഹി, നീ മനസ്സിലാണടാ? തങ്കക്കുളം പോലെ കൊച്ചിനെ വിട്ടിട്ട് സ്കൂട്ടർ മേടിക്കണം. പൊന്നും കട്ടയെ വിട്ടിട്ട് സ്കൂട്ടർ മേടിക്കാൻ ഇത് പറഞ്ഞു പറഞ്ഞ് വണ്ടി കച്ചവടമാക്കിയത്. നീ അല്ല പറഞ്ഞ സ്കൂട്ടർ മേടിക്കുന്നു? അതല്ലെന്ന് എന്നോടൊരു കൂട്ടർ പറഞ്ഞു ഇതിനെ വിറ്റേക്കാൻ. അങ്ങനെയാണോ? അല്ലാതെ ഇതിനെ വിറ്റേക്കുന്നു, സ്കൂട്ടർ മേടിക്കാനല്ല. ഞാൻ പറഞ്ഞേക്കാൻ ഞാൻ അങ്ങനെ വിട്ടേക്കാൻ പറഞ്ഞാലൊന്നും എന്റെ ചേട്ടൻ എന്നെ വിടത്തില്ലെന്ന് എനിക്കറിയാം. ദുഷ്ടനാണെങ്കിലും എന്റെ ചേട്ടൻ നല്ലൊരു കലാകാരനാ. അസലായിട്ട് പാടും. രാത്രിയൊക്കെ ഭയങ്കര പാട്ടാ. പിന്നെ ഉണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ശബ്ദം ദാസേട്ടൻ വരെ മാറി. ഇല്ല, പാട്ടൊന്ന് പാട്. ഞാൻ അങ്ങനെ പാട്ട് പാടാറില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു പാട്ട് എനിക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ കസ്തൂരി എന്ന് പറഞ്ഞ പാട്ടാണ് എനിക്ക് ഞാൻ എപ്പോഴും കാണാം. അടിപൊളിയാണ്, അടിപൊളി. കസ്തൂരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കസ്തൂരി മഞ്ഞളാന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ കസ്തൂരി മറ്റേ മുറം വെക്കാൻ പിന്നെ ചേച്ചാന്ന് വിചാരിക്കും. ഇതല്ല, ലാലേട്ടന്റെ പടത്തിലെ പാട്ടാ. നമ്മുടെ വിഷ്ണുലോകത്തെ പാട്ട് കസ്തൂരി എന്നുള്ള അത് ഞാൻ കേൾക്കും. ആകാശവാണിയിൽ വിളിച്ചിട്ട് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ ശ്രീകണ്ഠ സാറിനെ തന്നെ വിളിച്ചിട്ട് സാർ ആ പാട്ടൊന്നും ഞാൻ ചോദിച്ചു. മോഹൻലാൽ ഫാനൊക്കെയാണല്ലേ? മോഹൻലാൽ ഫാൻ. ആ പാട്ടിനോടൊരു താല്പര്യം അതെന്റെ മനസ്സിൽ ഇങ്ങനെ എഴുതി ചേർന്ന സംഭവം. അത് വേണമെങ്കിൽ ഞാൻ വേണ്ടി നമുക്കൊരു പണിയാ. വിഷ്ണു ലോകത്തിലെ പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാട്ടിന്റെ നമുക്കൊരു മ്യൂസിക് ഇട്ട് കൊടുക്കാം. മൈക്ക് 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 മൈക്ക്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ
നീ വരുമ്പോൾ കൺമണിയെ ഇതല്ലെന്ന് ഇതാണോ വിഷ്ണുലോകത്തിലെ പാട്ട്? അത് ഞാൻ ഓട്ടോറിക്ഷ കയറി ഒന്ന് പാഞ്ഞത്ത് വെച്ചാർന്ന പാട്ടാ മാറിപ്പോയി. ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. ഒന്ന് കിട്ടോ അത് ഡാസാനായിട്ട് കസ്തൂരി തൈലമിട്ട് മുടി മനക്കി തൈലമിട്ട് ചേട്ടാ ചേട്ടാ ഇതല്ല പാട്ട്. കസ്തൂരി തൈല് എടാ ഇത് വിഷ്ണുലോകത്തിലെ പാട്ട് വേണം ലാലേട്ടൻ്റെ. എന്റെ പൊന്നേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിളിച്ചൊരു പോകും നടക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് പ്രാവശ്യം എടീ, ഞാൻ ഉള്ളപ്പോ ഇത് നിങ്ങൾ കണ്ടില്ലേ? തുറന്നിട്ട കറുപ്പ് ചങ്കേ, അതൊരു ഓളത്തിനങ്ങ് വന്നതാ. മറികൂടെ ഞാൻ ഉള്ളപ്പോ നീ അവന്റെ കൂടെ ചെറിയൊരു പെരുപ്പിക്കൽ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് കയറിപ്പോയി. ചെറിയ ഓളം വെച്ചപ്പോ എന്റെ കൂടെ. നിങ്ങൾ മനസ്സിലാകണം, ഇത് തന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത്. ഇറങ്ങി. അയ്യോ അല്ലാതെ ഞാൻ ആ പാട്ടിന്റെ ഓളത്തിലങ്ങ് പോയതാ. മൗത്ത് ക്ലോസ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ. ഒരു പാട്ട് പാടണം. നീ അങ്ങ് വാട്ടറാ. ഞാനങ്ങ് വാട്ടറോ? നീ കുറച്ച് വാട്ടറായിട്ടങ്ങ് വന്നാ മതി. നിന്റെ വീട് ഞാനൊന്ന് കത്തിക്കും. ഞാൻ അവൻ കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയി 2 വാഴ അങ്ങ് വെട്ടാം. അപ്പൊ എനിക്ക് പറയാലോ ഇപ്പൊ രഹസ്യമോ വാഴ വെട്ടിയെന്ന്. അപ്പൊ സാറ് ചോദിച്ചാൽ ഞാൻ 2 മണിക്കൂർ ലീവാന്ന് പറഞ്ഞാൽ വേറെ വിഷയമില്ല. ഒരബദ്ധം പറ്റും ആർക്കായാലും. ഒരുപാട് സ്ഥലത്ത് മീശ ഇളകി പോകും. മൈജി പ്രസൻസ് ലക്ഷ്യ ടെലിവിഷൻ താരങ്ങളുടെ സംസ്ഥാന സമ്മേളനം. യെസ് പ്രചോദന. ഇതെന്തോന്ന് മനസ്സിലായോ? ഇത് അബ്ദുള്ള. അപ്പൊ ഇതെന്തോന്ന് മനസ്സിലായോ? ഷെയ്ഖ് അബ്ദുള്ള. അപ്പൊ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഒരു ഷെയ്ഖുമായിട്ട് സാമ്യമുള്ള ഒരാളാണ്. വരുന്നു അനിത ഷെയ്ഖ്. ഭയങ്കരമായ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. പേരിനെ പറ്റിയൊക്കെ ഞങ്ങൾ അതിന് മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അനിത ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വൻ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയെ കുറിച്ചൊക്കെ വരെ പറഞ്ഞു. കുറെ കാലം ഉണ്ടല്ലോ ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഷെയ്ഖ് എന്ന് പറയുന്നത് മറ്റേ ഈ പാളംകുടമ്പഴ അടിച്ചിട്ട് നമ്മൾ മറ്റേ ഇതിന് മൈദയിൽ കലക്കി കൊടുക്കുന്ന പരിപാടിയാണെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു ഷെയ്ഖ് ഇവിടെ കേരളത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ശരിക്കുമുള്ള ഷെയ്ഖ് എന്നുള്ളത്. അല്ല, അനിത ശരിക്കും മലയാളിയാണോ അതോ വേറെ? വളർന്ന കേരളത്തിൽ, അതുകൊണ്ട് മലയാളിയല്ലേ. അല്ല, പേര് എങ്ങനെയാണ്? വെറൈറ്റി പേര് സംസാരിക്കുന്നത് ഉറുദുവില് നമ്മുടെ പരിപാടിയുടെ ഇതൊന്ന് പറഞ്ഞു. ഇത് സംസ്ഥാന സമ്മേളനത്തിന് എന്താണ് ഉറുദുവിൽ പറയുന്നത് കേൾക്കട്ടെ. അങ്ങനെയൊന്നും പറയില്ല. ഉറുദുവിൽ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞ വാക്കില്ലേ? ഇത്രയും ഗസലൊക്കെ എഴുതിയേക്കണം. എന്നാ മാത്തുക്കുട്ടി ഉറുദുവിൽ എന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടി എങ്ങനെയായിരിക്കും ഉറുദുവിൽ പറയുന്നത്? അതെ, ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ കുറെ പേരുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ മുമ്പിൽ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം ഉറുദുവിൽ എങ്ങനെ പറയും? ചെറിയ പരിപാടിയാ. കേൾക്കുമ്പോ തന്നെ രസമുണ്ടല്ലേ? ഉറുദു അറിയാവുന്ന ഒരാള് ഉറുദുവിൽ ഒരു ഗസൽ പാടുമ്പോ അതിന് വേറൊരു ചന്തം ഉണ്ടാവും. ഉറപ്പായിട്ടും. जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, ഞാൻ കെട്ടിപ്പിടിച്ചില്ല. ഞാൻ ഈ പാട്ട് പാടിക്കപ്പോ ഞാൻ ഒരാളെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ സിദ്ദിഖ് സാറിന്. കാര്യം സിദ്ദിഖ് സാറിന്റെ സിനിമയില് പാട്ട് പാടിയിട്ടുണ്ട്. സിനിമയിൽ പാട്ട് പാടിയെന്ന് മാത്രമല്ല, ആ പാട്ടിൽ ശരിക്കും പ്രചോദേട്ടന്റെ ഒരു ജീവിതവുമായിട്ട് ഭയങ്കര ബന്ധം കൂടിയുണ്ട്.
ആ പാട്ടൊന്ന് പാടിക്കൊടുത്തേ. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോക്കുവാതെ പഞ്ചാര പൊന്നു പഞ്ചാരേ കട്ടുറുമ്പാകും കാവൽ. ശ്രീ കൈതപ്പുറം സാറിന്റെ വരികളാണ്. അടുത്ത വരി പാടിക്കുമ്പോൾ രാജചേട്ടനുള്ളതാണ്. സാറിന്റെ മ്യൂസിക് ആണ്. അല്ല, അടുത്ത വരി രാജചേട്ടനുള്ള പാട്ട് പോലെയാണ്. അടുത്ത വരി ഒട്ടിച്ചു പോകാൻ മേല കണ്ണ് തട്ടാതെ മാറാൻ വയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോഴിക്കാര്. സിദ്ദീഖ് സർ, ഈ പാട്ടിന് ഇത്രയും അർത്ഥമുണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും സമൃദ്ധമായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണെന്ന് ഇത് കേട്ട സമയത്ത് വിചാരിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇത് ഒരു സന്ദർഭത്തിന് യോജിച്ച ലിറിക്സ് ആണ് അതിന്. അതുകൊണ്ടാണ് ഇതിനകത്ത് തമാശയൊക്കെ വന്നിരിക്കുന്നത്. അന്നത്തെ കോളേജ് സ്റ്റുഡൻസ് പാടുന്ന പാട്ടാണല്ലോ. അപ്പൊ അവരുടെ വ്യൂവില് ഒരു പഞ്ചസാരയെ ഒരു കട്ടുറുമ്പിനെ കാവലേൽപ്പിക്കുന്നത് പോലെ അത്ര റിസ്ക് ആണ് ചെയ്യുന്നത്. അയാളാണല്ലോ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് അവർ ടീസ് ചെയ്ത് പാടുന്ന പാട്ടാണ്. കൈതപ്പുറം തിരുമേനിയാണിത് എഴുതിയത്. രസം എന്ന് വെച്ചാല് ബോഡി ഗാർഡിന് സ്യൂട്ടായ പോലെ തന്നെ ഇത്രയും കോഴികളുടെ ഇടയ്ക്ക് ഇന്ന് പാടാനായിട്ട് അനിതയ്ക്ക് ഇങ്ങനത്തെ ഒരു സംസ്ഥാന സമ്മേളനത്തിലും വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു പാട്ട് തന്നെ സിദ്ദീഖ, ഒരുപാട് നന്ദി. रखियो भला झूले लालन हो सिंदड़ी दा हो सेवण दा सगी शाबाज कलंदर दमादम मस्त कलंदर अली दम दम दे अंदर दमादम मस्त कलंदर अली दा पहला नंबर हो लाल मेरी पथ रखियो भला झूले लालन हो लाल मेरी हो लाल मेरी पथ रखियो भला झूले लालन सिंदड़ी दा सेवण दा सिंदड़ी दा सेवण दा सखी शाबाज कलंदर दमादम मस्त कलंदर अली दम दम दे अंदर सवानी लाल कलंदर हुसैनी लाल कलंदर हो लाल मेरी हो लाल मेरी. चार चराग तेरे बलन हमेशा चार चराग तेरे बलन हमेशा चार चराग तेरे बलन हमेशा पंजुआ में बालन हो पंजुआ में बालन पंजुआ में बालन आई वे भला झूले लालन पंजुआ में बालन अली अली हक अली हक अली हक अली हक हो पंजुआ में बालन आई वे